വളർന്നു 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 ഒരു ശിശുവായി തീരും. മനസ്സിലായോ? നിങ്ങൾ ശിശുവിനെ പോലെ വളരണം. ആമേൻ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇനി ഒരു നടപ്പുണ്ട് ഇദ്ദേഹത്തിന്. ആദ്യം ഇദ്ദേഹം ക്രോസ് ചെയ്യേണ്ടത് മരണത്തിന്റെ മേഖലയാണ്. ഇദ്ദേഹം ക്രോസ് ചെയ്യേണ്ടത് മരണത്തിന്റെ മേഖലയാണ്. ഇദ്ദേഹത്തെ കർത്താവ് യേശു ക്രിസ്തു വിടുവിച്ചു. പിശാചിന്റെ ആധിപത്യത്തിൽ നിന്ന് വിടുവിച്ചു. നമ്മളെ പിശാചിന്റെ ആധിപത്യത്തിൽ നിന്ന് വിടുവിച്ചു. ആമേൻ. ഹല്ലേലൂയ. എങ്ങനെ? നമ്മൾ ഇന്നലെ കേട്ടു, പഴയ നിയമം എന്ന് പറഞ്ഞാൽ ഒരു റിഹേഴ്സലാ, യഥാർത്ഥ പദ്ധതിയുടെ റിഹേഴ്സലാ. ഈ റിഹേഴ്സൽ കൊണ്ടെങ്കിലും മനുഷ്യൻ മനസ്സിലാക്കണം, ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആമേൻ. റിഹേഴ്സൽ കൊണ്ടെങ്കിലും മനസ്സിലാക്കണം. അതായത് ദൈവപുത്രന്മാരെ വെളിപ്പെടുത്തുവാനുള്ള മെയിൻ പദ്ധതിയുടെ ഒരു റിഹേഴ്സൽ, അല്ലെങ്കിൽ പറയാം ബ്ലൂ പ്രിന്റ്. ഒരു ബ്ലൂ പ്രിന്റ് നമുക്ക് അതിൽ നിന്ന് കിട്ടുവാനിടയാകും. ഒരു നിഴലാണത്. ആമേൻ. ഒരു വീട് പണിയുമ്പോൾ ഒരു പ്ലാൻ നോക്കി, ഒരു ബ്ലൂ പ്രിന്റ് നോക്കിയാണ് പണിയുന്നത്. ഇതേപോലെ സംശയമുള്ളിടത്തൊക്കെ നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞു തരും. അപ്പോൾ തന്നെ ബ്ലൂ പ്രിന്റ് നോക്കി നമുക്ക് ഉറപ്പിക്കുകയും ചെയ്യാം. ഗ്ലോറി. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിക്കുന്നു. ഗ്ലോറി. ഹല്ലേലൂയ. ഇതാണ് നമ്മളെ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന്, ആമേൻ, ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുകയാ. ആമേൻ. പിന്നെ അവരെ അവിടെ നിർത്തുന്നില്ല. അവർക്കൊരു യാത്രയുണ്ട്. ആമേൻ. അവർക്കൊരു യാത്രയുണ്ട്. മരുഭൂമിയിലൂടെ ഒരു യാത്ര. ആ യാത്രയ്ക്ക് 2 സ്റ്റേജ് ഉണ്ട്. 2 നേതാക്കന്മാരുമുണ്ട്. ഒന്ന് മോശയാണ് അവരെ അവിടെ നിന്ന് വിടുവിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. തുടർന്ന് അടുത്ത ശുശ്രൂഷകൾ ചെയ്യുന്നത് ജോഷയാണ്. ആമേൻ. 2 പേര് ശുശ്രൂഷ ചെയ്യുകയാണ്. അപ്പോൾ ഈ 2 പേരും ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് 2 ഭാഗങ്ങളാണുള്ളത്. ഗ്ലോറി. ഹല്ലേലൂയ. നമ്മളെ ആദ്യം നമ്മളുടെ അടുക്കൽ വന്ന് നമ്മളെ വിടുവിച്ചു കർത്താവായ യേശു. ആമേൻ. തുടർന്ന് തന്റെ ശുശ്രൂഷ പരിശുദ്ധാത്മാവിനെ കൈമാറി. ഗ്ലോറി. പരിശുദ്ധാത്മാവിനെ കൈമാറി. ഇത് പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുകയാ. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഈ മരുഭൂമിയിലൂടെ ആണ് പിന്നെ ഇവരെ നടത്തുന്നത്. കർത്താവ് യേശു പറഞ്ഞു, നിങ്ങളുടെ നടപ്പിന് ഒരു ഇടുക്ക് വഴിയുണ്ട്. ആമേൻ. കർത്താവിനെ സ്തോത്രം ചെയ്ത് ഒരു പ്രാവശ്യം കൂടെ എത്ര പേർക്ക് ദൈവപുത്രന്മാരായി മാറണം? അതിന്റെ പ്രോസസ്സ് യേശു പറയുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. യേശു പറയുമ്പോൾ, യേശു ഈ ഭൂമിയിലെ ഒരു വ്യക്തിയെ പോലെ അല്ല പറയുന്നത്. യേശു പറയുകയാണ്, ഞാനാണ് വഴി. നിങ്ങൾ എന്നോട് പഠിക്കണം. എന്നോട് പഠിച്ചാലേ നിങ്ങൾക്ക് ആ തലത്തിൽ എത്താൻ പറ്റൂ. കാരണം വേറെ ഒരാളും അവിടെ കയറിയിട്ടില്ല. ഞാൻ മാത്രമാണ് നിങ്ങളുടെ ഫോർറണ്ണർ. ഞാനാണ് മുമ്പേ പോയിരിക്കുന്നത്. ആമേ. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പാത പിന്തുടരുവാൻ ഇതാ കാൽച്ചുവടുകളുണ്ട്. ആ കാൽച്ചുവടുകളിൽ കൂടെ അങ്ങ് പോന്നാൽ മതി. വേറെ കാൽച്ചുവടുകളിലേക്ക് പോകരുത്. ആമേ. പോയാൽ നിങ്ങളവിടെ എത്തത്തില്ല എന്ന് സാരം. ആമേ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. കർത്താവ് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. വെളിപ്പാട് പുസ്തകത്തിലും അത് നമുക്ക് എപ്പോഴും കാണാം. താൻ ആരാണെന്ന് പറഞ്ഞിട്ടേ കർത്താവ് എല്ലാ സഭകൾക്കും വെളിപ്പാട് പുസ്തകത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളൂ. ശരിയാണോ? ആരും എഴുതിയിട്ടില്ല. ഞാൻ ചെക്ക് ചെയ്തു, ആരും എഴുതിയിട്ടില്ല. താൻ ആരാണെന്ന് പറഞ്ഞിട്ടാ. ആമേൻ. താൻ ആരാണ്? ആമേൻ. ഗുരു ആരാണെന്ന് പറയാതെ കാര്യം നടത്തി ശരിയാവുമോ? ആമേൻ. ഞാൻ ഇവിടെ വരുമ്പോൾ നിങ്ങളോട് പറഞ്ഞെന്തുവാ? പേൾക്ക് ജഹോവ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. യേശു പറയാ, ഞാൻ ആരാണ്? എന്നോട് നിങ്ങൾ പഠിക്കാൻ പറഞ്ഞതിന് മുമ്പ് നമ്മൾ തെളിയിക്കണം നമ്മൾ ആരാണെന്ന്. തെളിയിക്കണം. മത്തായി 11:29 യേശു പറയുകയാണ്, നിങ്ങൾ എന്നോട് പഠിക്കുന്നതിന് മുമ്പ് ഞാൻ എന്നെക്കുറിച്ച് ഒരു കാര്യം പറയാം. ഞാൻ ആരാണെന്ന്. ആമേ. നമ്മളിവിടെ പാസ്റ്റർമാരുടെ പേരെഴുതുമ്പോൾ, ഇപ്പം ഞാൻ ലോകപ്രകാരം ഒരു പേരെഴുതി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പോട്ടെ നമുക്ക് വേറൊരു പുതിയ പേരെടുക്കാം. ഒരു പേരെഴുതി കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, ഒരു ദേവദാസിൻ്റെ പേര്. സാദൃശ്യമായിട്ട് പറയുകയാണ്, ജോൺ പി തോമസ്. ഇതല്ല അദ്ദേഹത്തിൻ്റെ പേര്. എന്നിട്ട് ഒരു 5 മാസ്റ്റർ ഡിഗ്രി, MA, പിന്നെ അങ്ങനെ കുറേ പേരുകൾ 5 മാസ്റ്റർ ഡിഗ്രി എഴുതിയിട്ടിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ കാര്യം എന്താ? ഇത്ര 5 മാസ്റ്റർ ഡിഗ്രി ഉള്ള ഞാൻ ഭയങ്കരമായ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? 5 മാസ്റ്റർ ഡിഗ്രി അദ്ദേഹത്തിന് കിട്ടിയത് ഇവിടെ നിന്നാണ്, ലോകത്തു നിന്നാണ്. ഞാൻ ഭയങ്കരമായ കഴിവുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ എഴുതിയ ഈ പുസ്തകം നിങ്ങൾ വായിക്കണം. ഇതാണ് അതിൻ്റെ സാരം. അങ്ങനെ വേണം. ആദ്യം മാസ്റ്റർ ഗുരുവിനെ വെളിപ്പെടുത്തണം, അല്ലെങ്കിൽ ശിഷ്യൻ ഒരിക്കലും ഗുരുവിനെ മോളിൽ പോകത്തില്ല. ആമേൻ. ഇതാണ് യേശു പറഞ്ഞത്. യേശു കർത്താവ്
തന്നെ വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? യേശു പറയുകയാണ്, എനിക്ക് MA MD അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടെന്നല്ല യേശു പറയുന്നത്. യേശു പറയുകയാണ്, എൻ്റെ ഗുണനിലവാരങ്ങളൊന്നും അവിടത്തെ ഉള്ളതല്ല, എൻ്റെ ഗുണനിലവാരങ്ങളൊക്കെ ഇവിടത്തെയാണ്. ആമേ. അവിടെ യേശു പേരെഴുതിയ എങ്ങനെ ഇരിക്കുന്ന അറിയാമോ? ഞാൻ പറയാം, ജീസസ് കെ ജഹോവ. ആമേ. ഇനി താഴെ എഴുതിയിരിക്കുന്ന ഡിഗ്രികളുടെ പേരാണ് സൗമ്യത, താഴ്മ. ഓ, പിടുത്തം കിട്ടിയില്ല. മനസ്സിലായില്ല. യേശു പറയുകയാണ്, ഞാൻ സൗമ്യതയോ താഴ്മയുമുള്ളവനാകയാൽ. ഗ്ലോറി. അപ്പൊ യേശുവിന്റെ ഡിഗ്രി എന്തൊക്കെയാ? സൗമ്യത, താഴ്മ, ആത്മാവിന്റെ ഫലം. ഞാൻ ആത്മാവിന്റെ ഫലമുള്ളവനാകയാൽ. ഗ്ലോറി ടു ഗോഡ്. നിങ്ങൾക്കത് വേണമെങ്കിൽ, നിങ്ങൾക്ക് ആ സ്വഭാവം വേണമെങ്കിൽ, നിങ്ങൾ ഇനി എൻ്റെ മുഖമേറ്റി എന്നോട് പഠിച്ചാൽ മതി, എൻ്റെ കോളേജിൽ ചേർന്നാൽ മതി. നിങ്ങൾ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് അതേ ഗുണനിലവാരങ്ങളൊക്കെ കിട്ടും. കാരണം എൻ്റെ ഒപ്പം എൻ്റെ ശിഷ്യന്മാരും എത്തും. മനസ്സിലായോ? ഹല്ലേലൂയ. വായിച്ചേ മത്തായി 11:29. ജനം ഒന്ന് കേട്ടോട്ടെ. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവീൻ. അപ്പോ ഒരാളുകളോട് നമ്മളോട് പഠിക്കാൻ പറയുമ്പോൾ നമ്മളുടെ ഗുരുവിന്റെ ഗുണനിലവാരം ചെക്ക് ചെയ്തോളണം. ആമേ. ഹല്ലേലൂയ. അതാണ് ഈ ജനം പഠിക്കാൻ പോകുന്നത്. ആമേ. അതുകൊണ്ട് ഗുരുക്കന്മാരായിരിക്കുന്ന, ദൈവദാസന്മാരായിരിക്കുന്ന എല്ലാവരും ആത്മാവിൽ വളരേണ്ട ആവശ്യകത നിങ്ങൾക്ക് ബോധ്യമാകുന്നല്ലോ. നിങ്ങളെക്കാൾ ഉപരിയായി ഒരിക്കലും നിങ്ങൾക്ക് ശിഷ്യന്മാരെ വളർത്താൻ പറ്റത്തില്ല. ഗ്ലോറി ടു ഗോഡ്. ശിഷ്യൻ ഗുരുവിനൊപ്പം വളർന്നത് മതി. പിന്നെ കർത്താവ് പറയാ, കുരുടനാണോ വഴി നടത്തുന്നെങ്കിലോ, കുരുടനെ വഴി നടത്തിയാൽ, ഇവിടെ ഉള്ളവരൊക്കെ എന്തോ ആത്മീയ കുരുടന്മാരാ. കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും. അതാണ് ജഡ്ജ്മെന്റ്. കർത്താവ് യേശുവിന്റെ ജഡ്ജ്മെന്റില് അഭിഷിക്തന്മാരും കുഴിയിൽ വീണു, വിശ്വാസികളും കുഴിയിൽ വീണു. മത്തായി 7:21, 22, 23 രണ്ടും കുഴിയിൽ വീണു. ആമേ. എന്നാൽ നമുക്ക് കുരുടത്തം മാറണോ, നമ്മൾ ഈ വൃക്ഷത്തിന്റെ അപ്പുറം കിടന്നാൽ മതി. ആമേ. ഹല്ലേലൂയ. പിന്നെ ആത്മാവ് നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് മനസ്സിലാകുവാനായിട്ട് തുടങ്ങും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കർത്താവിനെ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഒരു പ്രാവശ്യം കൂടെ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിനേ, അപ്പോൾ ഈ വൃക്ഷം ഇത് കടക്കണമെങ്കിൽ ആദ്യം തന്നെ ഈ ലോകത്തിന്റെ മരണത്തിന്റെ സോൺ ക്രോസ് ചെയ്യണം. മരണത്തിന്റെ സോൺ ക്രോസ് ചെയ്യാനാണ് ഇസ്രായേൽ മക്കളുടെ ആദ്യ യാത്ര. എന്തിനാണെന്നറിയാമോ? അവരെ ഈജിപ്തിലെ അടിമത്ത് വിടുവിച്ചതിന് ശേഷം അവരെ യാത്രയാക്കുകയാണ്, മരുഭൂമിയിലൂടെ യാത്രയാക്കുക. ദൈവത്തിന്റെ വചനത്തിലൂടെ പഠിക്കുമ്പോൾ ദൈവദാസന്മാർ പറയുന്നത് ഏകദേശം 11 ദിവസത്തെ യാത്രയേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇവർ പുറപ്പെട്ടതിന് ശേഷം, സമുദ്രം കടന്നതിന് ശേഷം ഇവരുടെ വാഗ്ദത്ത ദേശത്തേക്ക്. എന്നാൽ ആ യാത്രയെ ദൈവം നീണ്ട 40 വർഷമാക്കി മാറ്റി. അതിനൊരു ഉദ്ദേശമുണ്ട്. ഉദ്ദേശം എന്ന് പറയുന്നത്, ആദ്യത്തെ ഉദ്ദേശം, ഈ വ്യക്തികൾ അങ്ങോട്ട് ഉറങ്ങുന്നവർ, അടിമകൾ, ഇവരെ ഈ ലോകത്തിലേക്ക് നോക്കി നിൽക്കുന്ന നോട്ടത്തെ മാറ്റി ഇവരെ തിരിച്ച് ഈ ഫറവോന്റെ സിസ്റ്റം അല്ല, ദൈവത്തിന് വേറൊരു സിസ്റ്റം ഉണ്ടെന്നും ഒന്ന് മനസ്സിലാക്കിക്കണം ആദ്യം. മനസ്സിലായില്ല. ഈ ലോകത്തിന്റെ സിസ്റ്റം അല്ല, ദൈവത്തിന് മറ്റൊരു സമ്പ്രദായം. ആമേൻ. ദൈവം ഒരുക്കിയിരിക്കുന്ന കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്തതല്ല, മറ്റൊരു സംവിധാനം ഉണ്ടെന്ന് ഈ വ്യക്തിയെ ആദ്യം ഒന്ന് മനസ്സിലാക്കിക്കണം. മനസ്സിലായോ? അതിനെ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇനിയുള്ള വിഷയങ്ങൾ വരുമ്പോഴാണ് ജനത്തിന് അത്ര സുഖം തോന്നാത്തത്. കാരണം ഒരു ഡോക്ടറാകാൻ 25 വർഷം എന്ത് കഷ്ടപ്പാട് സഹിക്കും. അതായത് അടുത്ത ഒരു 20 വർഷത്തേക്ക് എന്തെങ്കിലും കിട്ടുമല്ലോ. ആമേൻ. പക്ഷേ നിത്യമായി നിനക്ക് കിട്ടുന്നതിന് വേണ്ടി ഒരല്പം സഹിക്കാൻ പറ്റാത്തതാണോ അതിന്? ആമേൻ. ഒരു ഡോക്ടർ ആകണമെങ്കിൽ ആദ്യ LKG UKG 2 വർഷം അല്ലേ, പിന്നെ 10 വർഷം സ്കൂളിൽ, എത്ര വർഷമായി? 12 വർഷം ഇല്ലേ, പിന്നെ ഒരു 5 വർഷം മെഡിക്കൽ കോളേജിൽ, ശരിയായില്ലേ? 17 ആയില്ലേ? അങ്ങനെ ആ സർട്ടിഫിക്കറ്റും കൊണ്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ?
ഒരു കാര്യമില്ല, വീണ്ടും ഒരു 5 വർഷം കൊണ്ട് പഠിക്കേ. അപ്പോൾ മൊത്തത്തിൽ പഠിച്ചു കഴിയുമ്പോൾ എറൗണ്ട് ഒരു 10-25 വർഷം അതും പറഞ്ഞങ്ങ് പോയി. ഈ 25 വർഷം അപ്പനും അമ്മയും കൊച്ചിനെ കഷ്ടപ്പെടുത്തിയ കഷ്ടപ്പാടേ. രാവിലെ വിളിച്ചെഴുന്നേൽപ്പിക്കുക, പിച്ചു കൊടുക്കുക, പൊക്കുക, റെക്കോർഡ് എഴുതിപ്പിക്കുക, ഇല്ലേ, അവിടെ എവിടെയും പോയി താമസിപ്പിക്കുക, എക്സാം എഴുതിക്കുക, പല പല കാര്യങ്ങൾ ചെയ്യുക. എന്നാ കഷ്ടപ്പാടാ! 25 നീണ്ട വർഷത്തെ കഷ്ടപ്പാടുകൾ. ചിലപ്പോ മരിച്ചു പോയില്ലെങ്കിൽ അതിന് ശേഷം ഏതാനും ദിവസത്തെ പെട്രോൾ അടിക്കുവാൻ, ഏതാനും ദിവസത്തെ ഭക്ഷണം കഴിക്കുവാൻ കിട്ടും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കുക. എന്നാ ദൈവത്തിന് വചനം പറയാ, ഇതേ രീതിയിൽ ഒരപ്പൻ തൻ്റെ കുഞ്ഞിനെ ശിക്ഷിച്ച് ശാസിച്ച് വളർത്തുന്നത് പോലെ ഞാൻ നിന്നെ വളർത്തും. അങ്ങനെ വളർത്തി 25 വർഷത്തെ അല്ല, നിത്യ 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 മുഴുവൻ നിനക്ക് തരുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുക. ആമേൻ. കുഞ്ഞെ, നീ കണ്ടിട്ടുള്ളത് ഭൂമിയിലെ വിദ്യാഭ്യാസം മാത്രമുള്ളൂ, എന്നാൽ ഒരു സ്വർഗീയ വിദ്യാഭ്യാസമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭൂമിയിലെ വിദ്യാഭ്യാസം കൊടുക്കുവാൻ നമ്മൾ സ്വർഗീയ വിദ്യാഭ്യാസത്തെ തകർത്തുകൊണ്ട് സമയത്തെ അപഹരിച്ചുകൊണ്ട് കൊണ്ടുപോകാറുണ്ട്. കാരണം നമ്മുടെ മൈൻഡ് അങ്ങോട്ട് നോക്കിയിരിക്കുകയാ, ലോകത്തിലോട്ട് നോക്കിയിരിക്കുകയാ. ഗ്ലോറി. എന്നാൽ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിയുമ്പോൾ, ഹല്ലേലൂയ, ഇങ്ങോട്ട് തിരിഞ്ഞു കഴിയുമ്പോൾ സ്വർഗീയ വിദ്യാഭ്യാസത്തെ മുടക്കി നമ്മൾ ഭൗതിക വിദ്യാഭ്യാസത്തിന് അവർ വിടത്തില്ല. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഞായറാഴ്ച ദൈവവചനം കിട്ടുമ്പോൾ എൻ്റെ മകന് ട്യൂഷനോ, ഐ വിൽ നെവർ അലൗ ദാറ്റ്. അങ്ങനത്തെ ട്യൂഷൻ എൻ്റെ മകന് വേണ്ട. ഗ്ലോറി. ഹല്ലേലൂയ. ട്യൂഷൻ കൊണ്ട് എന്നാ കേട്ടോ, ഏതാനും ദിവസത്തെ ഇവിടത്തെ കാര്യങ്ങൾ ഒരുപക്ഷെ കിട്ടിയെന്നിരിക്കാം, എന്നാൽ ദൈവത്തിന്റെ വചനം അവന്റെ അകത്ത് വീണ അവനെ കേട്ടാൻ പോകുന്നത് നിത്യമായതാ, നിത്യമായതാ, നിത്യമായതാ. ഗ്ലോറി. ഹല്ലേലൂയ. ദൈവവചനത്തിന് വേണ്ട പ്രാർത്ഥന കൊടുക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ കൊടുക്കാത്തതെന്നറിയാമോ? നമ്മൾ ദൈവത്തെ സ്നേഹിക്കാത്തതുകൊണ്ടൊന്നുമല്ല, നമ്മുടെ തല അങ്ങോട്ടിരിക്കുക, നമ്മുടെ മനസ്സ് അവിടെയാ. ആമേൻ. ഇങ്ങനെയുള്ള വ്യക്തിക്ക് ആദ്യം വേണ്ടത് ഇങ്ങോട്ടേക്കുള്ള കയറാനൊന്നും പറ്റത്തില്ല, ഈ ഭാഗത്ത് കയറാനൊന്നും പറ്റത്തില്ല, ആത്മാവിന്റെ സ്വരമൊന്നും കേൾക്കാൻ പറ്റത്തില്ല. ഇവൻ ആദ്യം വേണ്ടത്, ഇവൻ എപ്പോഴാണ് ദൈവത്തിലേക്ക് തിരിയോളെന്നറിയാമോ? എന്ന് പറഞ്ഞേ, നിങ്ങളുടെ അഭിപ്രായം അങ്ങ് പറഞ്ഞാൽ മതി, അത് തന്നെയായിരിക്കും കറക്റ്റ്. പറഞ്ഞുതരാം. എല്ലാ പരിപാടി ഈ ലോകപ്രകാരം നോക്കും. ഒരു കാര്യം വന്നാൽ, ആമേൻ, ഒന്നും നടന്നില്ലയോ, അവസാനം ഇനി ദൈവത്തിൽ ആശ്രയിക്കുകയേ വഴിയുള്ളൂ. മനസ്സിലായോ? നമ്മളാ ചെയ്യാവുന്ന സകലതും ചെയ്തിട്ട് അവസാനം നടന്നില്ലെങ്കിൽ പിന്നെ എങ്ങോട്ട് തിരിയോ? ദൈവത്തിലേക്ക് തിരിയും. ഇത് ദൈവത്തിനും അറിയാം, ഇത് ദൈവത്തിനും അറിയാം. അതുകൊണ്ട് ഈ ബലഹീനത ദൈവം നന്നായിട്ട് മുതലെടുക്കും. ഈ ബലഹീനത ദൈവം നന്നായിട്ട് മുതലെടുക്കും. നിന്നെ ഇവിടെ ഇട്ട് വിശപ്പിപ്പിക്കും, നിന്നെ ഇവിടെ ഇട്ട് വിശപ്പിപ്പിക്കും. നീ അന്വേഷിച്ചാലും കിട്ടാതെയാക്കും, നിന്നെ ഇവിടെ ഇട്ട് താഴ്ത്തും. എന്തിനാണെന്നറിയാമോ? നിനക്കൊരു സ്വഭാവമുണ്ട്, നീ അവസാനം അങ്ങോട്ട് തിരിയും, അവസാനം അങ്ങോട്ട് തിരിയും, നീ അവസാനം തിരിയ. അങ്ങനെ നീ അവസാനം തിരിയുമ്പോ ദൈവം പറയാ, ഇതാ മോനെ, വേറൊരു സിസ്റ്റം ഇവിടെ ഉണ്ട്. മനുഷ്യ അപ്പം കൊണ്ട്, ഈ ലോകത്തിലെ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ട് ജീവിക്കാമെന്ന് ദൈവം നിന്നെ പഠിപ്പിച്ചു തരും. മനസ്സിലായോ? മനസ്സിലായോ? ഇങ്ങനെ കുറയ്ക്കുമ്പോൾ ദൈവദാസന്റെ അടുത്ത് തലയെ പിടിച്ചാലൊന്നും പോകത്തില്ല. ആമേ. തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നിർണയം നിവൃത്തിയാകുന്നോളെ യഹോവയ്ക്ക് യാതൊരു മനസ്സിന്റെ തിരിവുമില്ല. ആമേ. കാരണേ ദൈവത്തിന് വലുത്, നമ്മുടെ ഈ ഭൂമിയിലെ അപ്പന് വലുത് 5 പൈസയുടെ നാരങ്ങമിഠായി അല്ല, നിങ്ങളുടെ ഭാവിയാ, അല്ലേ? ദൈവത്തിന് വലുത് ഇവിടത്തെ എന്തെങ്കിലും തന്ന് നിന്നെ നരകത്തിൽ കൊണ്ടിടാനല്ല കുഞ്ഞാ, നിന്റെ ഭാവിയാ ദൈവത്തിന് വലിയത്. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഹല്ലേലൂയ. മനസ്സിലായോ? പഴയ നിയമം ബ്ലൂ പ്രിന്റ്, ബ്ലൂ പ്രിന്റ്. ആമേ. ഹല്ലേലൂയ. ആവർത്തനം 8 നമ്മൾ ചിന്ത പറഞ്ഞു, നമ്മൾ ചിലപ്പോൾ കേട്ടാറുണ്ട്, ദൈവം ഒന്നും ബ്രദർ, ദൈവം താഴ്ത്തത്തൊന്നുമില്ല ബ്രദർ, ദൈവം അങ്ങനെയൊന്നും ചെയ്യത്തില്ല ബ്രദർ. ആരാ പറഞ്ഞേ? എൻ്റെ മോനെ നല്ല അടി കൊടുക്കും ഞാൻ. ആമേ. ഹല്ലേലൂയ. എൻ്റെ ഭാര്യ എന്നെക്കാളും
മെച്ചോ അപ്പേ പിച്ചി അവിടുത്തെ തൊലി പോലും കാണത്തില്ല. ഗ്ലോറി ടു ഗോഡ്. അല്ല, ഞങ്ങൾ മക്കളെ സ്നേഹിക്കാഞ്ഞോണ്ടല്ല, സ്നേഹിക്കുന്നതിന്റെ തെളിവാത്, സ്നേഹിക്കുന്നതിന്റെ തെളിവാത്. ബ്രദർ, ദൈവം ഒന്നും ചെയ്യത്തില്ല ബ്രദർ. ആരാ പറഞ്ഞേ? ആവർത്തനം 8:2 മുതൽ വായിച്ച സഹോദര. ദൈവം അവിടെ എന്ത് ചെയ്യും? ഒരു മനുഷ്യനെ എന്ത് ചെയ്യുന്ന അറിയാം? ഈജിപ്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ ജനത്തെ ദൈവം എന്താ ചെയ്യണേന്ന് അവിടെ കാണാം. വായിച്ചേ. നിന്റെ ദൈവമായ യഹോവ, നിന്റെ ദൈവമായ യഹോവ, നിന്റെ ദൈവം, നിന്റെ അപ്പനും അമ്മയും നിന്റെ ഡാഡിയും എല്ലാമായ യഹോവ നിന്നെ താഴ്ത്തുവാനും നിന്നെ താഴ്ത്തുവാനും. എന്താ കേട്ടില്ലല്ലോ? നിങ്ങളുടെ ബൈബിളിൽ എന്താ എഴുതിയേക്കണേ? നിന്നെ താഴ്ത്തുവാനും നിന്നെ താഴ്ത്തുവാനും. നിന്നെ അപ്പൊ ദൈവം നിന്നെ താഴ്ത്തുവോ? ദൈവം നിന്നെ താഴ്ത്തുവോ? ദൈവം താഴ്ത്തും, ദൈവം താഴ്ത്തും, ദൈവം താഴ്ത്തും. ഇനി അതിനൊരു ഉദ്ദേശം കൂടി ഉണ്ട്. ചുമ്മാ നമ്മളെ സഹിപ്പിക്കാൻ വേണ്ടിയല്ല, ദൈവത്തിന് അതിന് ഉദ്ദേശമുണ്ട്. ദൈവം നിന്നെ താഴ്ത്തുകയും പിന്നെ തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം. അപ്പൊ 40 സംവത്സരം നടത്തിയത് എന്തിനാ? 40 സംവത്സരം ബുദ്ധിമുട്ടിപ്പിച്ച് നടത്തിയത് എന്തിനാ? ഇത് ഹെവൻലി എഡ്യൂക്കേഷനാ. 40 സംവത്സരം നടത്തിയത് എന്തിനാ? താഴേക്ക് നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. നീ ഓർക്കണം, നീ ഓർക്കണം. പറഞ്ഞ നീ ഓർക്കണം. ഇത് മറന്നു പോകരുത്. ഇത് ഓർക്കണം. എന്ത് ദൈവം വിശപ്പിപ്പിച്ചത് ഓർക്കണം. ഏമേ ഹല്ലേലൂയ. അമ്മ പിച്ചുന്നത് എന്തിനാ? രാവിലെ എഴുന്നേക്കാത്ത കൊച്ചിനെ അമ്മ പിച്ചുന്നത് എന്തിനാ? ദിവസം പിച്ചാൻ വേണ്ടിയാണോ? അല്ല. പക്ഷെ കൊച്ചു ഓർത്തില്ലെങ്കിലോ? ദിവസം കിട്ടും പിച്ച്. മനസ്സിലായോ? ഒറ്റ പ്രാവശ്യം 4 മണിക്ക് എഴുന്നേക്കാൻ പറഞ്ഞു, എഴുന്നേറ്റില്ല. ഒരൊറ്റ നുള്ള തൊലി കയ്യിലിരിക്കുന്നു. പിറ്റേ ദിവസം കൊച്ചിനെ 4 മണിക്ക് വിളിച്ച കൊച്ചു ഉടനെ ഓർക്കണേ എന്താ? അയ്യോ പുറകെ വരുന്നുണ്ടേ. മനസ്സിലാവുന്നുണ്ടോ? ഏമേ അമ്മയുടെ കൈയുടെ നഖത്തിന്റെ പാടുകൾ കൊച്ചു നന്നായിട്ട് അറിയാം, വേദന നന്നായിട്ട് അറിയാം. ഗ്ലോറി, നീ ഓർക്കണം. ഇത് താഴേക്ക്. അവൻ നിന്നെ താഴ്ത്തുകയും അവൻ നിന്നെ താഴ്ത്തുകയും ദൈവം നിന്നെ താഴ്ത്തുകയും ദൈവം നിന്നെ ദൈവം നിന്നെ താഴ്ത്തു. അയ്യോ ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല ബ്രദർ, ഇങ്ങനെയുണ്ടോ? ഉണ്ടല്ലോ. ഏമേ അപ്പം നല്ല അടി തരും. ഏമേ ഹല്ലേലൂയ. ചിലപ്പോ അനുസരിച്ചില്ലെങ്കിൽ പറയും നീ ഇന്ന് രാവിലത്തെ ഭക്ഷണം കഴിക്കണ്ട. ഗ്ലോറി. ഏമേ അവൻ നിന്നെ താഴ്ത്തുകയും പിന്നെ താഴേക്ക് നിന്നെ വിശപ്പിക്കുകയും. ഓ ശരിയാണല്ലോ ഞാൻ പറഞ്ഞത്. നിന്നെ വിശപ്പിപ്പിക്കുകയോ. നിനക്ക് ആവശ്യമുള്ളത് തരാതെ പിടിച്ചു വയ്ക്കും. നിനക്ക് ആവശ്യമുള്ളത് തരാതെ പിടിച്ചു വയ്ക്കും. നിന്നെ കൊല്ലാൻ വേണ്ടിയല്ല, പട്ടിണിക്കിട്ട് കൊല്ലാൻ വേണ്ടിയല്ല. കാരണം ലോകത്തിലേക്ക്, ഈജിപ്തിലേക്ക് ഫറവോയുടെ സിസ്റ്റം മാത്രമുള്ള നീ അത് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാ. ഒരു കുറവുണ്ടായി ആദ്യം നീ ചിന്തിക്കണം എന്താണെന്നറിയാമോ? ആദ്യം ചിന്തിക്കണം എന്താണെന്നറിയാമോ? കുറവ് അവിടെ ആയിരുന്നപ്പോ എമ്മേ ഫറവോട വെള്ളുള്ളി, ഫറവോട സവാള, ഫറവോട പരിപ്പുങ്കലം. ശരിയല്ലേ? 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 ഒരു പ്രശ്നം വരുമ്പോ ആദ്യം ഓർക്കണത് ഓ അവിടെ ആയിരുന്നപ്പോ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. നീ എത്ര ഓർത്താലും കർത്താവ് തരത്തില്ല. മനസ്സിലായോ? പിറുപിറുത്തോ കർത്താവ് തരത്തില്ല. കർത്താവ് പറയാ നിന്നെ വേറൊന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാ. സ്വർഗത്തിലേ മഞ്ഞ ഇല്ലാഞ്ഞിട്ടല്ല നിന്റെ മഞ്ഞ ഞാൻ കുറച്ചത്. സ്വർഗത്തിലെ വെള്ളം ഇല്ലാഞ്ഞിട്ടല്ല നിനക്കുള്ള വെള്ളം ഞാൻ കുറച്ചത്. സ്വർഗത്തിലെ ഇറച്ചി ഇല്ലാഞ്ഞിട്ടല്ല നിനക്കുള്ള ഇറച്ചി ഞാൻ കുറച്ചത്. എനിക്ക് അതിനൊക്കെ ഒരു ഉദ്ദേശമുണ്ട്. ഗ്ലോറി ഗ്ലോറി ഹല്ലേലൂയ. മനസ്സിലായോ? ഇത് കഴിയുമ്പോൾ തന്നെ പലരുടെയും വിടുതൽ പ്രാപിക്കാൻ തുടങ്ങും. പല വിടുതലുകൾ ഇപ്പോഴും പ്രാപിച്ചു തുടങ്ങിയിരിക്കുക. ഹല്ലേലൂയ. ഇതായിരുന്നല്ലേ വിഷയം. എന്താ വിഷയം എന്ന് പറയട്ടെ? അവിടെ ഇങ്ങനെ താഴേക്ക് എഴുതിയിരിക്കുക എന്താ വിഷയം എന്ന്. വായിച്ചോ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, മനുഷ്യ ഈജിപ്തിന്റെ ഈ ലോകത്തിന്റെ സമ്പ്രദായം കൊണ്ട് മാത്രമല്ല, ഈ ലോക രീതി കൊണ്ട് മാത്രമല്ല, പിന്നെ യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കാമെന്ന് നിന്നെ ഒന്ന് പഠിപ്പിക്കേണ്ടതിനാണ് ഈ കുറവുകൾ നിന്റെ ജീവിതത്തിൽ വരുത്തിയത്. മനസ്സിലായോ? അതായത് ഈ ലോകത്തിന്റെ സമ്പ്രദായം മാത്രമല്ല, ദൈവം ഉൽപ്പത്തിയിൽ ഒരുക്കിയിരിക്കുന്ന മറ്റൊരു സമ്പ്രദായവും കൂടെ ഉണ്ട്. അതാണ് ദൈവത്തിന്റെ വചനം കൊണ്ട് ജീവിക്കുക എന്നുള്ള മറ്റൊരു സംവിധാനമുണ്ട്. അത് നീ പഠിക്കണം. പഠിക്കാൻ വേണ്ടിയാണ് സ്വർഗത്തിലെ ദൈവം നിനക്ക് ലോകത്തിലുള്ള പലതും കുറച്ചതല്ല. മനസ്സിലായോ?
അപ്പോൾ ലോകത്തിൽ കുറച്ച് കഴിഞ്ഞാൽ എത്രയൊക്കെ പ്രവർത്തിച്ചിട്ടും ആരൊക്കെ പറഞ്ഞിട്ടും ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടും കിട്ടിയില്ല എങ്കിൽ കുഞ്ഞെന്തി എങ്ങോട്ട് തിരിയും? ഇനി ദൈവത്തിൽ ആശ്രയിക്കുകയല്ലാതെ വേറെ എന്താ വഴി? മനസ്സിലായോ? മനസ്സിലായോ? ഏമേ, എന്നാലും അപ്പൊ ദൈവം പരിഹാരം കൊടുക്കും. ഏമേ, അപ്പൊ മഞ്ഞയില്ലാതെ കിടന്ന് പിറുപിറുത്ത് ദൈവത്തിലേക്ക് തിരിഞ്ഞപ്പോ ദൈവം പരിഹാരം കൊടുത്തു. ഏമേ, ഹല്ലേലൂയ. പരിഹാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രശ്നം നമ്മൾ ഓട്ടോമാറ്റിക് ആ ലോകത്തിലേക്ക് തിരിയും. ഏമേ, അപ്പോ അടുത്ത കുറവുകൾ അവിടെ വരുത്തേണ്ടി വരും. ഏമേ, ഹല്ലേലൂയ. അപ്പൊ പിന്നെ ഇറച്ചിയുടെ കുറവ് വരുത്തേണ്ടി വരും. ഗ്ലോറി, ഹല്ലേലൂയ. എന്നിട്ട് അതും തന്നു കഴിയുമ്പോൾ അവസാനം കിട്ടാതെ ആകുമ്പോ പിറുപിറുത്ത് ഒരു നിവൃത്തിയില്ലാതെ തിരിയുമ്പോ ദൈവം എന്ത് ചെയ്യും? അതും കൊടുക്കും. ഏമേ, അതും കിട്ടിക്കഴിയുമ്പോ വീണ്ടും അങ്ങോട്ടൊക്കെ തിരിയും. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അപ്പോ വീണ്ടും ഇങ്ങനെ ഓരോ അവസരങ്ങൾ വരുമ്പോൾ വെള്ളത്തിന്റെ കുറവ്, ഇറച്ചിയുടെ കുറവ്, കിട്ടുന്ന വെള്ളത്തിന് കയ്പ്, ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ വരും. ഓരോ പ്രാവശ്യവും ഇവർ ദൈവത്തിലേക്ക് തിരിയുമ്പോൾ സംഭവം നടക്കും. മനസ്സിലായോ? ഈ സമയത്തൊക്കെ ദൈവം ചിലത് പഠിപ്പിക്കുക. എന്താണ് മോനെ? ലോകത്തിന്റെ സമ്പ്രദായം മാത്രമല്ല, ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മറ്റൊരു സമ്പ്രദായം ഇവിടെ ഉണ്ട് എന്ന് നീ മനസ്സിലാക്കണോ? ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായവർക്കായി സ്തോത്രം, മനസ്സിലായവർക്കായി സ്തോത്രം, മനസ്സിലായവർക്കായി സ്തോത്രം. ഇത് സ്വർഗീയ വിദ്യാഭ്യാസത്തിന്റെ ഒരു മാർഗമാണ്. ആമേൻ. ഇതാണ് സഹോദരങ്ങളെ, നാം യേശുക്രിസ്തുവിനാൽ മോശെ എന്ന പുരുഷനെ രക്ഷിക്കപ്പെട്ടു ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന്. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണിത്. ഇത് തന്നെയാണ് യേശു എന്ന നമ്മുടെ രക്ഷകനാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ്, ഈ ലോകത്തിന് അനുരൂപമാകരുത്. ഈ ലോകത്തിന് അനുരൂപമാകരുത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, കുഞ്ഞെ, നീ ഈ ലോകത്തിന് അനുരൂപമാ. ഈ ലോകത്തിന് അനുരൂപമാ നീ. ഈ ലോകത്തിന് അനുരൂപമാകരുത്. പകരം നീ എന്ത് ചെയ്യണോ? നീ തിരിയണോ? നീ തിരിയണോ? ദൈവരാജ്യത്തിന് അനുരൂപമായി നീ തിരിയണം. ആഹാ, അപ്പോ കേൾക്കാൻ തുടങ്ങും. റോമൻസ് 12:2 പറയാ, അപ്പോൾ നീ കേൾക്കാൻ തുടങ്ങ്. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയോ പ്രസാദവും പൂർണ്ണതയുമുള്ള നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ അഭിപ്രായം നീ തിരിച്ചറിയേണ്ടതിന്, നീ കേൾക്കേണ്ടതിന് നീ മനസ്സ് അങ്ങോട്ടേക്കുള്ളത് പുതുക്കി രൂപത്തിന് അന്തരം വരുത്തുക. മനസ്സിലായോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. രൂപത്തിന് അന്തരം വരുത്തുക. അങ്ങനെ രൂപത്തിന് അന്തരം വരുത്തിയാൽ, അന്തരം വരുത്തുന്നതിനനുസരിച്ച് നമ്മൾ അല്പാൽപമായി ദൈവത്തിന്റെ തിരിഹിതം മനസ്സിലാക്കുവാൻ തുടങ്ങും. ആത്മാവ് പറയുന്നത് കേൾക്കുവാൻ തുടങ്ങും. അല്ല എങ്കിൽ ജീവിതകാലം മുഴുവൻ കൈയടിച്ചിരിക്കാം. ഒന്നും നടക്കത്തുമില്ല. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിന് നന്ദി പറയണം. അതെല്ലാം ദൈവരാജ്യത്തിലെ കൾച്ചറാണ്. ഹല്ലേലൂയ. അത് ജാതികളോ അതൊക്കെ ചെയ്യുന്നില്ലേ അവരുടെ ദൈവത്തിന്? അവരും പൂമാല ഇടുന്നില്ലേ? അവർ എണ്ണ കൊടുക്കുന്നില്ലേ? അവർ സ്തുതിക്കുന്നില്ലേ? അവരും കതിന പൊട്ടിച്ച് കാര്യം സാധിക്കുന്നില്ലേ? ഗ്ലോറി. ആ ഒരു സ്റ്റൈലാണോ നമുക്ക് വേണ്ടേ? അതിൻ്റെ എല്ലാം അപ്പുറം ദൈവപുത്രന്മാരായി നാം വെളിപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇതിന് 2 സ്റ്റേജുകളുണ്ട്. 2 സ്റ്റേജുകൾ. ഇത് രണ്ടും കൂടി മിക്സായി കിടക്കുന്നേ. ഒന്ന്, മനുഷ്യന്റെ ലാൻഡ് എന്ന് പറയുന്നത് മനുഷ്യന്റെ സോളാ. ദൈവം വാഗ്ദത്തം കൊടുത്തത് മനുഷ്യന്റെ ലാൻഡ്, മനുഷ്യൻ ജീവനുള്ള ദേഹി. അത് ദേഹി മനുഷ്യന്റെ ലാൻഡാ. ദേഹിയിലാണ് മനുഷ്യന്റെ പേഴ്സണാലിറ്റി ഇരിക്കുന്നത്. വിൽ, മൈൻഡ്, ഇമോഷൻ ഒക്കെ അവിടെ ഇരിക്കുന്നത്.
പക്ഷേ നമ്മുടെ ദേഹി പിടിക്കപ്പെട്ട് കിടക്കുക. മനസ്സിലായോ? 2 സെക്ഷനുണ്ട് സഹോദരങ്ങൾ, ശ്രദ്ധിച്ച് കേൾക്കുക, ദൈവദാസനും ശ്രദ്ധിക്കുക. 2 സെക്ഷനുണ്ട്. ഒന്ന് ഈ ലോകത്തിൻ്റെ അനുരൂപത, പിന്നെ അത് നമുക്ക് ദൈവവചനം കേട്ട് എളുപ്പം മാറ്റാം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടു കൂടി. ആമേൻ. എന്നാൽ അടുത്തൊരു സെക്ഷനുണ്ട്, അവൻ രാക്ഷസനാ, അവൻ രാക്ഷസനാ, അവനെ നമുക്ക് സ്വയമായി മാറ്റാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിന് മാത്രമേ അവനടുത്ത് മാറ്റാൻ പറ്റൂ. ബ്ലൂ പ്രിന്റ് ശ്രദ്ധിച്ചോളൂ, ബ്ലൂ പ്രിന്റ് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൈ അടുത്തിരിക്കുന്നവന് ദോഷം വരാത്ത രീതിയിൽ ടി വിയിലൂടെ കാണുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇടത് കൈ ഇങ്ങനെ പിടിച്ചാട്ടെ, ബൈബിള് ഫ്രീ ആക്കി വെച്ച് ഇടത് കൈയും വലത് കൈ രണ്ടും ഇങ്ങനെ പിടിക്കുക, രണ്ടറ്റത്തായിട്ട് പിടിക്കുക. മറ്റവന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഇച്ചിരി നീട്ടി പിടിച്ചോ, കഴിയാതെ അത്ര നീട്ടി പിടിച്ചോ. ഏമേ, ഇങ്ങനെ പിടിക്കാതെ ഇച്ചിരി നീട്ടി ഇങ്ങനെ. കാരണം ഇതൊരു യാത്രയാണ്, ഇവിടെ ഒരു പിടുത്തം, അതിനുശേഷം ഇവിടെ ഒരു പിടുത്തം, 2 പിടുത്തം. ഏമേ, ഇങ്ങനെ വെച്ചിരിക്കുന്ന വെച്ചാൽ അകപ്പെട്ട് കിടക്കുക. ശ്രദ്ധിക്കുക, ഈ ഭാഗം എന്ന് പറയുന്നത് ഫറവോയുടെ കീഴിൽ കിടന്നതാ, ഈജിപ്തിന്റെ അടിമത്തിൽ കിടന്നതാ. ഇവർ ഇവിടെ നിന്ന് വിടുവിച്ചാൽ ഇനി പോകേണ്ട സ്ഥലം എന്ന് പറയുന്നത് കനാൻ ദേശമാണ്. അടുത്ത സ്ഥലം ശ്രദ്ധിച്ചു കേൾക്കുക. ഈ ഫറവോയുടെ അടിമത്തം പിശാചിൻ്റെതായ അടിമത്തത്തിൽ കിടക്കുകയാണ്. ഇവിടെ നിന്നാണ് കർത്താവ് യേശു നമ്മളെ വിടുവിച്ചത്. ഇനി അവിടെ നിന്നൊരു വഴി, ഇടുക്ക് വഴി ഇനി കടന്നു പോയിട്ട് അടുത്ത സ്ഥലം കാനാൻ അവകാശമാക്കണം. ശ്രദ്ധിച്ചോ? അപ്പോൾ 2 സ്ഥലം. പക്ഷെ ശ്രദ്ധിച്ചേ, ഒരു സ്ഥലത്ത് ഫറവോയുടെ ആധിപത്യം, മറുസ്ഥലത്ത് കാനാൻ ദേശത്ത് 7 ജാതികളുടെ ആധിപത്യം. നിങ്ങൾ അവിടെയൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാനാൻ ദേശത്ത് 7 ജാതികൾ കിടക്കുകയാ. ഇസ്രായേൽ മക്കളുടെ വാഗ്ദത്ത ദേശത്ത് കാനാനിലെ 7 ജാതികൾ കിടക്കുകയാ. ആമേൻ. ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കൾ ഒന്നും ചെയ്തിട്ടല്ല അവരെ വിടുവിച്ചേ. അവരെന്ത് ചെയ്താലും വിടുവിക്കപ്പെടാനും പറ്റത്തില്ല. ആമേൻ. അവിടെ ദൈവം അത്ഭുതങ്ങളാല് അടയാളങ്ങളാല് അവരെ അവിടെ നിന്ന് വിടുവിക്കുകയായിരുന്നു. അവരുടെ പ്രവൃത്തിയൊന്നുമില്ല, അവരത് സ്വീകരിച്ച് നടന്നേ ഉള്ളൂ. മനസ്സിലായോ? അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതിന് വരെ കിട്ടും, കൈ വരെ കിട്ടും. ഇത് മനസ്സിലാക്കാൻ ഈ 2 കാര്യം നിങ്ങൾ മറക്കരുത്. ആമേ, ഹല്ലേലൂയ. ഇനി നിങ്ങൾ ഇടുക്ക് വഴിയിലൂടെ നടക്കുന്നുവെങ്കിൽ ഇപ്പൊ ആരും നടക്കാറൊന്നുമില്ല. അറിയാവുന്നവർ മാത്രമേ നടക്കുന്നുള്ളൂ, വളരെ കുറച്ച് പേര് മാത്രം. ആ ഇടുക്ക് വഴിയിലൂടെ നടക്കുന്നുവെങ്കിൽ, ആമേൻ പ്രിയരെ, ആ ഇടുക്ക് വഴിയിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കും. മരുഭൂമിയിൽ വെച്ച് ഈ ഫറവോയുടെ സിസ്റ്റം മാത്രമല്ല, ദൈവം വേറൊരു സിസ്റ്റം കൂടി വെച്ചിട്ടുണ്ട്. ആമേൻ. കണ്ണ് കാണാത്തത്, ചെവി കേൾക്കാത്ത, ഹൃദയം നിരൂപിക്കാത്ത മറ്റൊരു സിസ്റ്റം, അവന്റെ വചനത്താൽ എനിക്ക് ജീവിക്കാം എന്നുള്ള വേറൊരു സിസ്റ്റം കൂടി വെച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഈ ഫറവോയുടെ ഈജിപ്ത് മുഴുവൻ നിന്റെ അകത്തത് ഇറങ്ങിപ്പോകുമെന്ന്. മനസ്സിലായോ? ആമേൻ. അത് കഴിഞ്ഞാലാണ് ഇതാ ഇപ്പുറത്തുള്ളവർ രാക്ഷസന്മാരാ. നീ അവകാശമാക്കാൻ പോകുന്ന നിന്റെ സോളുണ്ടല്ലോ, കാനാൻ ദേശം ഉണ്ടല്ലോ, അതങ്ങനെ ചുമ്മാതൊന്നും കിട്ടത്തില്ല. അവിടെ ഉള്ളവരൊക്കെ രാക്ഷസന്മാരാ. മനസ്സിലായോ? അത് പിടിക്കണമെങ്കിൽ നീ യുദ്ധം ചെയ്യണം. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് പിടിക്കണമെങ്കിൽ നീ യുദ്ധം ചെയ്തേ പറ്റത്തുള്ളൂ. അതിനൊരു ജോഷ വേണം. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഒരു പ്രശ്നം, ഈജിപ്ത് അകത്തിരിക്കുന്ന ജനത്തെ കൊണ്ട് കാനാൻ ദേശത്തിൽ യുദ്ധത്തിന് പോകാൻ പറ്റത്തില്ല. ഫറവോയുടെ സിസ്റ്റമാണ് അകത്തിരിക്കുന്നതെങ്കിൽ ആ സിസ്റ്റം കൊണ്ട് കാനാൻ ദേശം, വാഗ്ദത്ത ഭൂമി, മനുഷ്യ നിന്റെ വാഗ്ദത്ത ഭൂമിയോ നിന്റെ സോള്
നിന്റെ സോളിന്ന് പിടിക്കപ്പെട്ട് കിടക്കുകയാ. അതുകൊണ്ട് നിനക്ക് എന്തിനാണ് ജീവിക്കുന്നതെന്ന് പോലും നീ അറിയാതെ നീ വെറുതെ പെട്രോൾ അടിച്ച് ഭക്ഷണം കഴിച്ച് നീ ഒരു സമത്തേരി പോയി ഒടുങ്ങാൻ പോകുന്നത്. നിന്റെ സോള് പിടിക്കപ്പെട്ട് കിടക്കുകയാ. ഈ കാനാൻ ദേശത്തെ 7 ജാതികളെ കാണിക്കുന്നത് എന്താണെന്നറിയാമോ? മനുഷ്യന്റെ ജഡത്തിന്റെ സ്വഭാവങ്ങൾ. ഫിക്സഡ് ആയത് 2 ടൈപ്പാ. ഞങ്ങൾക്ക് പെട്ടെന്ന് കാണിച്ചു തരാം. ഒരെണ്ണം രാക്ഷസൻ. നമ്മൾ ഭൂമിയിലേക്ക് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഈജിപ്തിലേക്ക് ചെന്നതിന് ശേഷം ഈജിപ്തിൽ നിന്ന് കുറേയൊക്കെ പഠിച്ചു. അപ്പനിൽ നിന്ന് പഠിച്ചു, അമ്മയിൽ നിന്ന് പഠിച്ചു, ഇല്ലേ? ഇങ്ങനെ പലരിൽ നിന്ന് പഠിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ മാതാപിതാക്കന്മാരിൽ നിന്നും കൂടെയുള്ളവരിൽ നിന്നൊക്കെ പഠിച്ചൊരു കാര്യം നമുക്ക് അത് ഇവിടം കൊണ്ട് തന്നെ നമുക്ക് തീർക്കാം ദൈവവചനം കേൾക്കുമ്പോൾ. അങ്ങനെ ഒരു കാര്യമാണ് ഞാൻ കണ്ടു. പള്ളിയിൽ പോവുക എന്നെ പറഞ്ഞു വിടും. ഞാൻ കത്തോലിക്കനാണെന്ന് അറിയാലോ. പള്ളിയിൽ പോകാൻ പറഞ്ഞു വിടും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ പിതാവ് പലപ്പോഴും പള്ളിയുടെ അകത്ത് കയറുന്നതിന് വരെ ജനലിൻ്റെ പുറത്ത് നിന്ന് കുർബാന കണ്ടിട്ട് പുള്ളിക്കാരൻ പോകുന്നു. എനിക്ക് ഈജിപ്തിൽ നിന്ന് കിട്ടിയ അതേ ഐഡിയ. ഞാൻ എന്ത് ചെയ്യും? എൻ്റെ അപ്പം വെളിയിൽ നിന്ന് കുർബാന കണ്ടിട്ടാണ്, ജനലിൽ കൂടി കുർബാന കണ്ടിട്ടാണ് പോകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? പള്ളിയിൽ വിട്ടാൽ അതിൻ്റെ അപ്പുറമായി പള്ളിയിൽ പോകാതെ ഞാൻ നേരെ കമ്പോല വലിക്കാൻ പോകും എൻ്റെ കൂട്ടുകാരുടെ കൂടെ. എന്നിട്ട് കമ്പോല വലിച്ചു കഴിഞ്ഞ് 7 മണിക്ക് പള്ളി കഴിയുമെങ്കിൽ 7 മണിക്ക് 5 മിനിറ്റ് ഉള്ളപ്പോൾ ഞാൻ പള്ളിയുടെ അകത്ത് വന്നിട്ട് ആ ജനലിൻ്റെ അവിടെ ഞാനും നിൽക്കും. 5 മിനിറ്റ് ആകുമ്പോൾ കുർബാന കഴിയും. പള്ളിയിൽ ആളുകൾ തിരിച്ച് നടക്കുമ്പോൾ ഞാനും കൂടെ നടക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, എൻ്റെ മമ്മി എന്നെ കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാറുണ്ട്. മനസ്സിലായോ? മമ്മി കാണുമ്പോൾ പറയും, എൻ്റെ മോൻ പള്ളിയിൽ പോയി. മനസ്സിലായോ? ഇതൊക്കെ ഈജിപ്തിൽ നിന്ന് കിട്ടുന്നതാണ് നമുക്ക്. ഈജിപ്തിൽ നിന്ന് ഇതൊക്കെ വചനം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സ് പുതുക്കി രൂപത്തിനന്തരക്കപ്പെടുത്താം. കുഴപ്പമില്ല. മനസ്സിലായോ? പിന്നെ വേറൊരു ടൈപ്പ് ഉണ്ട്, രാക്ഷസന്മാർ. ഇതുപോലെയൊന്നും പറ്റത്തില്ല. രാക്ഷസന്മാരുണ്ട് വേറെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് ഈജിപ്തിൻ്റെ അല്ല, അത് കനാന്റെയാ. കനാനിൽ കിടക്കുന്ന രാക്ഷസന്മാരാ. കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടോ? ഈ ഒരു കുട്ടി ജനിച്ചു, 2ാമത്തെ കുട്ടിയാ. ആ കുട്ടി ജനിച്ചപ്പോൾ മൂത്ത കുട്ടിക്ക് 1.5 വയസ്സ് അല്ലെങ്കിൽ 2 വയസ്സ് കഷ്ടി. അപ്പോൾ മമ്മിയും പപ്പയും ഈ പുതിയ കുഞ്ഞിനെ എടുത്തേക്ക് താലോലിക്കാൻ പോകുമ്പോൾ ആദ്യത്തെ കുഞ്ഞ് കീറിങ് വന്നിട്ട് മമ്മിയുടെ സാരി പിടിച്ച് പറിച്ച് പറഞ്ഞ് വെള്ളം ഉണ്ടാക്കുന്നുണ്ടോ? കണ്ടിട്ടുണ്ടോ? എന്താ വിഷയം? ഈ കൊച്ചിനോ എല്ലാവരും എന്തെങ്കിലും പറഞ്ഞ് നുള്ളി തോപ്പിച്ചിട്ടാണോ? പിന്നെ എന്താ വിഷയം? അസൂയ. ഈ കൊച്ചിനോട് ആരെങ്കിലും പറഞ്ഞ് അസൂയപ്പെടാൻ? അപ്പം പഠിപ്പിച്ചു കൊടുത്തോ? അമ്മ പഠിപ്പിച്ചു കൊടുത്തോ? ചേട്ടൻ പഠിപ്പിച്ചു കൊടുത്തോ? 1.5 വയസ്സല്ല ആയുള്ളൂ, സ്കൂളിൽ പോയില്ലല്ലോ. പിന്നെ ആരെ പഠിപ്പിച്ചു കൊടുത്തേ? ഇവനാണ് രാക്ഷസൻ. ജഡത്തിന്റെ പ്രവർത്തികൾ, അസൂയ, പിണക്കം, ദുർനടപ്പ്, ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ ജനിക്കണേ. രാക്ഷസന്മാർ. മനസ്സിലായോ? ഒരു ഭാഗത്ത് ലോകം, മറുഭാഗത്ത് ജഡം. നമ്മുടെ സോളിൽ കയറി കിടക്കുകയാ. ഇത്ര മനസ്സിലായോ നിങ്ങൾക്ക്? പുറയിലുള്ളവർക്ക് കിട്ടിയില്ലെങ്കിൽ ദൈവദാസന്മാർക്ക് കിട്ടിയാൽ മതി. ബാക്കി അവർക്ക് ദൈവത്തിന്റെ ആത്മ വെളിപ്പെടുത്തി കൊടുത്തോളൂ. ഗ്ലോറി. 2 മണ്ഡലമാ. ഒന്ന് ഫറവോയുടെ മണ്ഡലം, ലോകത്തിന് അനുരൂപമാകാതെ വിടണം. മറ്റത് രാക്ഷസന്മാർ. ഈ രാക്ഷസന്മാർ ഇങ്ങനെയൊന്നും പോകത്തില്ല. നിങ്ങളുടെ അനുഭവം ഒന്ന് ചിന്തിച്ചു നോക്ക. നിങ്ങൾ നല്ലൊരു ആത്മീയനാ. അപ്പോ ഈ ശുശ്രൂഷയുടെ അളവ് ഓരോരുത്തർക്കും വ്യത്യാസമുണ്ട്. നിങ്ങളാണ് ആ ചർച്ചിൽ നല്ലൊരു പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരത്തി. പുതിയതായിട്ട് ഒരാൾ വരികയാണ് വേറെ ഡിസ്ട്രിക്റ്റിൽ നിങ്ങളുടെ ചർച്ചിലേക്ക്. നിങ്ങളെക്കാൾ നല്ലൊരു പാട്ടുകാരൻ, നല്ലൊരു പാട്ടുകാരി, നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാൾ, അദ്ദേഹം അവിടെ വന്നു, അല്ലെങ്കിൽ ആ സഹോദരി അവിടെ വന്നു. പാസ്റ്റർ അവരെ മുമ്പിലേക്ക് വിളിച്ചു. ഉടനെ അവർ പാടാൻ തുടങ്ങി. ജനമെല്ലാം പറഞ്ഞു, നിങ്ങളുടെ പാട്ട് ഇത്ര നല്ലതാ. ആദ്യത്തെ വ്യക്തിക്ക് എന്താ അകത്ത് തോന്നണേ? രാക്ഷസനകത്ത് കിടക്കുകയാ.
രാക്ഷസനകത്ത് കിടക്കുകയാ. മനസ്സിലായോ? രാക്ഷസനകത്ത് കിടക്കുകയാ. അസൂയ അവിടെ തുടങ്ങും. നിങ്ങളെക്കാൾ നന്നായിട്ട് പ്രാർത്ഥിച്ച, നിങ്ങളെക്കാൾ നന്നായിട്ട് പ്രസംഗിച്ച, നിങ്ങളെക്കാൾ നന്നായിട്ട് എന്ത് ചെയ്താലും ഉടനെ ഇവൻ അകത്തുനിന്ന് രാക്ഷസൻ ഉണരും, ജഡ സ്വഭാവങ്ങൾ ഉണരും, നിങ്ങളുടെ മുഖം വാടും. ആരും അറിയുന്നില്ല, നിങ്ങളുടെ മുഖം വാടും. നിങ്ങളോട് ചോദിച്ചാൽ ഏയ് ബ്രദർ കുഴപ്പമൊന്നുമില്ല ബ്രദർ, നിങ്ങൾ അതിനെ അത്തിയില കൊണ്ട് മറയ്ക്കും. അത്തിയില കൊണ്ട് മറയ്ക്കുക. അത്തിയില ഇവിടെ മാത്രമല്ല, അത്തിയില നമ്മൾ ഇട്ടത് നമ്മുടെ മനസ്സിനും ഇട്ട് ഒരു അത്തിയില. ആ അത്തിയിലയുടെ പേരാ കർത്താവ് പറയുന്നത് കാപ്പട്ട ഭക്തിക്കാരായ പരീശന്മാരെ. നിങ്ങളുടെ പുറം എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ പുറം വെള്ള തേച്ചതാ, പക്ഷെ അകമോ മാറിയിട്ടില്ല. മനസ്സിലായോ? ഇതൊരു വ്യക്തികൾക്കല്ല, ഈ പ്രസംഗിക്കുന്ന എനിക്കുമുണ്ട് ഈ അവസ്ഥ. പക്ഷേ ഇതിനെ തകർക്കാൻ ദൈവം ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. ഈ ആ അവസ്ഥ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഈ അവസ്ഥ കുറഞ്ഞ് ഇപ്പോ എന്നെക്കാളും നന്നായിട്ട് പാസ്റ്റർ ടീന് ശുശ്രൂഷിക്കുന്നത് കണ്ട ഒരു ദിവസം അദ്ദേഹത്തിന് നേരിട്ട് പറഞ്ഞു, ബ്രദർ എനിക്ക് സന്തോഷമായി, കാരണം എന്റെ പണി അത്രയും കുറഞ്ഞു. കാരണം സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനോ നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. എന്റെ സഹോദര, നീ അത്ര ചെയ്താൽ എനിക്ക് അത്ര കുറച്ച് ചെയ്താൽ മതി, എനിക്ക് മറ്റൊരു ഭാഗത്തേക്ക് തിരിയാം. ഗ്ലോറി, ഹല്ലേലൂയ. പക്ഷെ ഈ അവസ്ഥയിലൂടെ നാം വരണമെങ്കിൽ ഈ ലോകത്തിന്റെ അനുരൂപത വിട്ട് അടുത്ത ശുശ്രൂഷയിലേക്ക് കയറണം. രാക്ഷസന്മാരെ കൊല്ലുന്നൊരു ശുശ്രൂഷയുണ്ട്, ആ ശുശ്രൂഷയിലേക്ക് കയറണം. ആ ശുശ്രൂഷയുടെ പേരാ ജോഷുവ ശുശ്രൂഷ. ആ ശുശ്രൂഷയിലൂടെ കയറണം. ആ ശുശ്രൂഷ ഇല്ല എങ്കിൽ സുവിശേഷത്തിന്റെ ഹാർട്ടില്ല, ഹൃദയമില്ല. ആ ശുശ്രൂഷ ഇല്ല എങ്കിൽ സുവിശേഷത്തിന് ഹൃദയമില്ല. യേശുവിന്റെ സുവിശേഷത്തിന്റെ ഹൃദയം ആ ശുശ്രൂഷയാ. ആ ശുശ്രൂഷയിലൂടെയാണ് ദൈവപുത്രന്മാർ വെളിപ്പെടുന്നത്. ഇതുകൊണ്ടാണ് കർത്താവ് യേശു ഒരിക്കൽ പറഞ്ഞത്, ശ്രദ്ധിച്ചു കേട്ടോ ദൈവദാസന്മാരെ, സുവിശേഷം ലോകത്തിൽ എവിടെയെല്ലാം പ്രസംഗിക്കുന്നുവോ അവിടെയെല്ലാം ഈ സംഭവം പ്രസംഗിക്കപ്പെടും. അതുകൊണ്ട് അതെന്താ കാണിക്കുന്നത്? അതാണ് യേശുവിന്റെ സുവിശേഷത്തിന്റെ ഹൃദയം. ആമേൻ. നിങ്ങൾക്ക് സംഭവം പിടുത്തം കിട്ടുന്നില്ല. പക്ഷേ നിർഭാഗ്യവശാൽ ഉറങ്ങുന്നവന്റെ സുവിശേഷം ഈ ഒരു സംഭവത്തെ ലോകത്തിൽ എവിടെയും പറയുന്നതായിട്ട് കേൾക്കുന്നില്ല. ഏതോ ഒന്നോ രണ്ടോ ദൈവദാസന്മാർ ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ പറയുന്നുണ്ടെങ്കിലേ ഉള്ളൂ. യേശു പറഞ്ഞു, എന്റെ സുവിശേഷമാണ് എങ്കിൽ ഈ ഒരു സ്ത്രീ ചെയ്ത സംഭവം സുവിശേഷം പ്രസംഗിക്കുന്ന ഒന്നോ രണ്ടോ ഇടങ്ങളിലല്ല, സുവിശേഷം പ്രസംഗിക്കുന്ന എല്ലായിടത്തും ഈ സ്ത്രീ ചെയ്ത സംഭവം ഡിസ്കസ് ചെയ്യപ്പെടും, ഉപദേശിക്കപ്പെടും. പിടുത്തം കിട്ടുന്നില്ല. ഓ ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ജീസസ് ഐ താങ്ക് യു. തുറന്നാട്ടെ സഹോദരങ്ങളെ. ഗ്ലോറി ടു ഗോഡ്. ഓ ജീസസ്. ഗ്ലോറി. നമുക്ക് കടന്നു വരാം. വളരെ ശ്രദ്ധയോടെ ഏറ്റെടുത്തു കൊള്ളണം. ദ കോർ ഓഫ് ദ ഗോസ്പൽ, യേശുവിന്റെ സുവിശേഷത്തിന്റെ കോറ, ആ ഭാഗത്തേക്കാണ് കടന്നു വരുന്നത്. ഗ്ലോറി ടു ഗോഡ്. മാർക്കോസ് സുവിശേഷം, ഹല്ലേലൂയ, 14-ാം അധ്യായം 9-ാം വാക്യം. സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ പറയാണ്
സുവിശേഷം ലോകത്തിൽ എവിടേക്കാണോ പ്രസംഗിക്കേണ്ടത്, ആമേൻ, അതിൽ ചിലയിടത്തല്ല, എല്ലായിടത്തും. ആമേൻ. ഈ സ്ത്രീ ചെയ്യുന്നതും, ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ഉണ്ട്, സ്ക്രീനിൽ നിങ്ങൾക്ക് കറക്റ്റ് ട്രാൻസ്ലേഷൻ കാണാം, ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ. ആമേൻ. ഈ സ്ത്രീ ചെയ്തത് അവരുടെ ഓർമ്മയ്ക്കുന്നതിന് പകരം അതിന്റെ ലിവിംഗ് ട്രാൻസ്ലേഷൻ ഒരു സ്ത്രീയെ ഓർക്കുകയല്ല, ആ സ്ത്രീ ചെയ്ത പ്രവൃത്തി, ആ സ്ത്രീ ചെയ്ത പ്രവൃത്തി ശ്രദ്ധിച്ചാട്ടെ. ഇവർ എഴുതിയിരിക്കുകയാണ്, ഐ ടെൽ യു ദ ട്രൂത്ത്. കർത്താവ് പറയാ, ഞാൻ സത്യം പറയുക. ഇപ്പൊ കർത്താവ് നുണ പറയാറുണ്ടോ? പിന്നെ ഇതിനെ ഇത് സത്യം എന്ന് പറഞ്ഞ് പറയുന്നേ? സോ ഇമ്പോർട്ടൻറ്റ്, സോ ഇമ്പോർട്ടൻറ്റ്, സോ ഇമ്പോർട്ടൻറ്റ്. ഐ ടെൽ യു ദ ട്രൂത്ത്. ഞാനിതാ സത്യം പറയുന്നു. എന്താണ്? wherever the good news എന്ന് വെച്ചാൽ ഗോസ്പൽ നമ്മൾ പോയി പറയുന്നത്, the good news is preached, എവിടെയെല്ലാം പ്രസംഗിക്കപ്പെടുന്നു, throughout the world, ലോകത്തിൽ എല്ലായിടത്തും, this woman's deed, ഈ സ്ത്രീയുടെ പ്രവൃത്തി, will be remembered, ഓർക്കുകയും, and discussed, ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. ആര് പറഞ്ഞതാ? ആര് പറഞ്ഞതാ? ആര് പറഞ്ഞതാ? ആര് പറഞ്ഞതാ? എത്ര സ്ഥലത്ത് ഡിസ്കസ് ചെയ്യപ്പെടുമെന്ന് പറഞ്ഞേ? ലോകത്ത് എവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കുന്നുവോ അവിടെയെല്ലാം ഇത് ഡിസ്കസ് ചെയ്യപ്പെടും. ഇത് എങ്ങനെ യേശു പറഞ്ഞ? കാഷ്വൽ ആയിട്ടാണോ സത്യം ചെയ്തിട്ടാണോ? സത്യം ചെയ്തിട്ടാ പറയുന്നേ. മനസ്സിലായോ? ഇനി ചിന്തിച്ചേ, എത്ര സ്ഥലത്ത് ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്? എത്ര സ്ഥലത്ത് ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്? യേശു പറയുന്നത് എന്റെ സുവിശേഷമാണെങ്കിൽ സുവിശേഷം പ്രസംഗിക്കുന്ന സകലയിടത്തും ഈ സ്ത്രീ ചെയ്ത സംഭവം ഓർക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. അതിന്റെ അർത്ഥം ഇതില്ലാത്ത സുവിശേഷം ഇല്ല. ദിസ് ഈസ് എ ഹാർട്ട്. ഇവിടെയാണ് ഹാർട്ട്, സുവിശേഷത്തിന്റെ ഹാർട്ട് ഇരിക്കുന്നത്. യേശുവിന്റെ സുവിശേഷത്തിന്റെ ഹാർട്ട്. ഇതിലൂടെയാണ് ദൈവപുത്രന്മാർ വെളിപ്പെടുന്നത്. ഈ സംഭവത്തിലൂടെയാണ് ദൈവപുത്രന്മാർ വെളിപ്പെടുന്നത്. മനസ്സിലായോ? ഹല്ലേലൂയ. ദിസ് ഈസ് എ ഹാർട്ട്. ആമേൻ. ഞാൻ ഒരിക്കൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരു ഹോട്ടലിൽ പോയി. ഈ ഹോട്ടലിൽ പോയപ്പോൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത്. ബിരിയാണി വന്നു. ബിരിയാണി വന്നിട്ട് എൻ്റെ കുഞ്ഞ്, ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ചപ്പി നോക്കണം, ചിരണ്ടി നോക്കണം എൻ്റെ ഇടയിലേക്ക്. അവൻ നോക്കുകയാണ്. അവൻ നോക്കി വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ചിക്കൻ ഒന്നും കാണാനില്ല. ഹലോ, ചിക്കൻ ഇല്ലാത്ത ചിക്കൻ ബിരിയാണി, ചിക്കൻ ഇല്ലാത്ത ചിക്കൻ ബിരിയാണി. സുവിശേഷത്തിന്റെ ഹൃദയമില്ലാത്ത സുവിശേഷങ്ങൾ, സുവിശേഷത്തിന്റെ ഹൃദയമില്ലാത്ത സുവിശേഷങ്ങൾ, സുവിശേഷത്തിന്റെ ഹൃദയമില്ലാത്ത സുവിശേഷങ്ങൾ, ചിക്കൻ ഇല്ലാത്ത ചിക്കൻ ബിരിയാണി പോലെ. ആമേൻ. നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ? എന്തുവാ യേശു പറഞ്ഞേ? ഈ സ്ത്രീ ചെയ്ത സംഭവം ഡിസ്കസ് ചെയ്യപ്പെടും എന്റെ സുവിശേഷമാണെങ്കിൽ. ആമേൻ. എന്തുവാ അവിടുത്തെ വിഷയം? പ്രിയരെ, യേശു ക്രിസ്തു ബെഥേനിയയിൽ ശീമോൻ എന്ന കുഷ്ഠരോഗിയുടെ വീട്ടില് ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഒരു സ്ത്രീ കടന്നു വന്നു. അതാണ് ആ സംഭവം. ആ സ്ത്രീ കടന്നു വന്നിട്ട്, ഗ്ലോറി ടു ഗോഡ്, ആ സ്ത്രീ കടന്നു വന്നിട്ട് വിലയേറിയ ഒരു സ്വച്ഛ ജഡ മാംസി തൈലം, ഇംഗ്ലീഷ് അതിന്റെ യഥാർത്ഥ പേര് അലാബാസ്റ്റർ ജാർ എന്നാണ്. അലാബാസ്റ്റർ ജാർ. ഒരു തൈലം കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ പെർഫ്യൂം പോലെ പരിപാടിയൊന്നുമല്ല. അത് ഒഴിക്കണമെങ്കിൽ പൊട്ടിച്ച് കളയണം. അതിൻ്റെ ടോപ്പ് പൊട്ടിച്ച് കളയണം. അതൊരു കല്ല, ഒരു കല്ല് പാലസ്തീനിൽ കിട്ടുന്ന വളരെ വില പിടിച്ച ഒരു കല്ലാണ് ആ ബോട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കല്ലുകൊണ്ടാണ് ആ ബോട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ആമേൻ. നിങ്ങൾക്ക് സ്ക്രീനിൽ അതിന് തെളിച്ചം പോരാ. ആ ജാറ് നിങ്ങൾക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ഗ്ലോറി ടു ഗോഡ്. ശ്രദ്ധിക്കുക,
ഇതാണ് ആ ജാർ, അലാബാസ്റ്റർ ജാർ എന്നാണ് അതിൻ്റെ പേര്. ആമേൻ. ഇത് നമ്മുടെ ഈ പെർഫ്യൂം പോലെ കുറേശ്ശെ എടുക്കാൻ പറ്റത്തില്ല. പകരം ഈ പെർഫ്യൂം എടുക്കണമെങ്കിൽ ജാറ് പൊട്ടിക്കണം. ജാറ് വളരെ കോസ്റ്റ്ലിയാണ്. ആമേൻ. ജാറ് വളരെ കോസ്റ്റ്ലിയാണ്. ഈ ജാറ് അവിടെ നിങ്ങൾ വായിച്ച് നോക്കുമ്പോൾ അറിയാം, ഇത് ഒരു കുപ്പി, ഇതിൻ്റെ ഉള്ളിൽ തൈലമുണ്ട്, വളരെ ശ്രേഷ്ഠമേറിയ തൈലം. ജാറും ശ്രേഷ്ഠമുള്ളതാണ്, തൈലവും ശ്രേഷ്ഠമുള്ളതാണ്. യേശുവോടെ പറയുന്നതിൻ്റെ അർത്ഥം, ഈ സ്ത്രീ കടന്നു വന്നിട്ട് ഈ ജാറ് പൊട്ടിച്ച് യേശുവിൻ്റെ തലയിൽ ഒഴിച്ചു. ആമേൻ. അവിടെ ശിഷ്യന്മാർ പ്രശ്നം ഉണ്ടാക്കി. അവർ പറഞ്ഞു ഈ സാധനത്തിൻ്റെ വില അറിയിക്കാൻ വേണ്ടി പ്രശ്നം ഉണ്ടാക്കിയേ. കാരണം ഇത് 300 വെള്ളിക്കാശിലധികം. അപ്പോൾ അതിൻ്റെ വില നമുക്ക് മനസ്സിലായി. ആമേ, 300 വെള്ളിക്കാശിലധികം. പൈസയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തുകൂടെ എന്നൊരു ചോദ്യം ചോദിച്ചു. നമുക്ക് ആ ഭാഗം വിടാം. അപ്പോൾ ഈ 300 വെള്ളിക്കാശിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു സാധാരണ വ്യക്തി, ആ 300 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ വ്യക്തി ഒരു വർഷം മുഴുവൻ ജോലി എടുത്താൽ അവൻ ആ പണം മറ്റൊന്നിനും ഉപയോഗിക്കാതെ കൂട്ടിക്കൂട്ടി വെച്ചാൽ അത്രയും പണം വേണം ഒരു കുപ്പി അലാബാസ്റ്റർ പെർഫ്യൂം വാങ്ങിക്കാൻ. ആമേൻ. അപ്പോൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ആ പണം മുഴുവനൊന്നും ഉപയോഗിക്കത്തില്ല. ഒരു 5-6 വർഷം പണിയെടുത്തിട്ട് ഒരല്പം സ്വരൂപിച്ചിട്ട് മേടിച്ചതാ. ഞാൻ ഒരിക്കലും ഒരു സഭയെ പ്രസംഗിച്ചപ്പോൾ ഒരു സ്ത്രീകളോട് ചോദിച്ചു, അതെ, നിങ്ങൾ ഇത്രയും വർഷം കരുതി കൂട്ടി ഇത്രയും വില പിടിച്ച് നിങ്ങൾ കൂട്ടി വെച്ച ഒരു സാധനം നിങ്ങൾ ആർക്കായിരിക്കും കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു സഹോദരി എഴുന്നേറ്റ് പറഞ്ഞു, അങ്ങനെ മേടിച്ച സാധനമാണെങ്കിൽ ബ്രദറെ ഞങ്ങൾ ആർക്കും കൊടുക്കത്തില്ല. മനസ്സിലായോ? അങ്ങനെ മേടിച്ച സാധനമാണെങ്കിൽ ഞങ്ങൾ ആർക്കും കൊടുക്കത്തില്ല. ആമേ. അപ്പോൾ ഈ സ്ത്രീ ആർക്കും കൊടുക്കാത്തത് കൊടുക്കാൻ തക്കവണ്ണം ഒരാളെ തിരഞ്ഞെടുത്തു. ആർക്കും കൊടുക്കാത്തത് കൊടുക്കുവാൻ തക്കവണ്ണം ഒരാളെ തിരഞ്ഞെടുത്തു. ആമേൻ. ഹല്ലേലൂയ. ആ തിരഞ്ഞെടുത്ത ആളുടെ പേരാ യേശു. ആമേൻ. ഹല്ലേലൂയ. പ്രിയരെ, അതിന് ആ സ്ത്രീ ചെയ്ത പ്രവൃത്തിയാണ് ഇന്ന് ദൈവപുത്രന്മാരെ വെളിപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഉപയോഗിക്കുന്നത്. ആമേൻ. നിങ്ങൾക്ക് ഈ ജാറ് കാണാം. ഈ ജാറ് അലാബാസ്റ്റർ ജാർ ഒന്നുമല്ല, ഇതൊരു സാധാ ജാറാ. പക്ഷെ അലാബാസ്റ്റർ ജാറിന് ഭയങ്കരമായ വിലയാണ്. ആമേൻ. അലാബാസ്റ്റർ ജാർ കൊടുക്കത്തൊന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ തൈലമുണ്ട്, തൈലത്തിനും വിലയാണ്. ഈ സ്ത്രീ തനിക്ക് സ്വന്തമായത് താൻ വളരെ പ്രീഷ്യസ് എന്ന് കരുതിയ ഈ അലാബാസ്റ്റർ ജാറ് അതുകൊണ്ട് പോവുകയാണ് യേശുവിൻ്റെ അടുക്കൽ. എന്നാൽ ഈ അലാബാസ്റ്റർ ജാറിന്റെ ഉള്ളിൽ യേശുവിന് ഈ അലാബാസ്റ്റർ ജാറിന്റെ കല്ല് കഷ്ണമല്ല വേണ്ടത്. മനസ്സിലായോ? ഇത് പൊട്ടിച്ചു കഴിഞ്ഞ പൊട്ടപ്പീസല്ല വേണ്ടത്. യേശുവിന് വേണ്ടത് തൻ്റെ തലയിൽ ഒഴിക്കുന്ന ഈ തൈലമാണ് വേണ്ടത്. യേശുവിന് വേണ്ടത് ഇതിൻ്റെ ഉള്ളിലുള്ളത്. മനസ്സിലായോ? യേശുവിന് വേണ്ടത് അലാബാസ്റ്റർ ജാറിന്റെ ഉള്ളിലുള്ളത്. യേശുവിന് വേണ്ടത് അലാബാസ്റ്റർ ജാറിന്റെ ഉള്ളിലുള്ളത്. യേശുവിന് വേണ്ടത് അലാബാസ്റ്റർ ജാറിന്റെ ഉള്ളിലുള്ളത്. മനസ്സിലായവർക്കായി സ്തോത്രം. മനസ്സിലായവർക്കായി സ്തോത്രം. മനസ്സിലായവർക്കായി സ്തോത്രം. എന്നാൽ സ്ത്രീ ഈ അലാബാസ്റ്റർ ജാറിന്റെ ഉള്ളിലുള്ളത് കാണുന്നില്ല. അവക്കറിയാം, അവക്ക് വിശ്വാസമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന്. അവക്ക് വിശ്വാസമുണ്ട് അതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന്. അവക്ക് വിശ്വാസമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന്. ആമേൻ. സ്ത്രീക്ക് വിലപ്പെട്ടത് അവള് കാണുന്ന അലാബാസ്റ്റർ ജാറാ. മനസ്സിലായോ? മനസ്സിലായോ? സ്ത്രീക്ക് വിലപ്പെട്ടത് അവള് കാണുന്ന അലാബാസ്റ്റർ ജാറാണ്. ആമേൻ. ഈ ജാറിന്റെ ഉള്ളിലുള്ളത് നമ്മൾ ഇവിടെ കാണുന്നുണ്ട്, സ്ത്രീക്ക് കാണാൻ പറ്റത്തില്ല. ആ ജാറ് അതേപോലത്തെ ജാറാ, പ്രത്യേകതരം കല്ല. സ്ത്രീക്ക് അതിൻ്റെ ഉള്ളിലുള്ളത് കാണാൻ പറ്റത്തില്ല. പക്ഷെ അവക്കറിയാം, വിശ്വാസം അറിയാം അതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന്. എന്റെ നാഥന് വേണ്ടിയത് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നുള്ള കാര്യം, ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന കാര്യം അവക്കറിയാം. 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 അവക്കറിയാ. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ അവൾക്ക് വില പിടിച്ചത് ആ അലാബാസ്റ്റർ ജാറാണ്. അവള്
തൈലം കാണുന്നില്ല. അവളെ സംബന്ധിച്ച് വില പിടിച്ച അലാബാസ്റ്റർ ജാറ. അവള് തീരുമാനിച്ചു, എന്റെ നാഥൻ വില പിടിച്ചതെന്ന് കരുതി കൊടുക്കണമെങ്കിൽ ഒന്ന് സംഭവിച്ചേ മതിയാകൂ. എന്റെ നാഥൻ ഇതിനുള്ളിൽ വില ഉണ്ട്, അത് കൊടുക്കണമെങ്കിൽ ഒന്ന് സംഭവിച്ചേ മതിയാകൂ. അതെന്താണ് സംഭവിക്കേണ്ടത്? ഞാൻ വിലയേറിയതായി കരുതുന്ന ഈ അലാബാസ്റ്റർ ജാർ തകർത്ത് കളയുക, പൊട്ടിച്ചു കളയുക. ഞാൻ തയ്യാറാണെങ്കിൽ എന്റെ നാഥൻ വിലയേറിയതായി കരുതുന്നത് ഇതിന്റെ ഉള്ളിലുള്ളത് എന്റെ നാഥന്റെ തലയിൽ എന്റെ ജീവിത സാക്ഷാത്കാരമായി ഞാൻ ഒഴിച്ചു കൊടുക്കുവാൻ പറ്റും. മനസ്സിലായോ? വല്ലതും മനസ്സിലായോ? പ്രിയരെ, ഈ അലാബാസ്റ്റർ ജാർ കാണിക്കുന്നത് ഞാനും നിങ്ങൾ വിലയേറിയതായി കരുതുന്ന നമ്മളുടെ പുറത്തെ മനുഷ്യനെയാണ്. ഞാനും നിങ്ങൾ വിലയേറിയതായി കരുതുന്ന നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തെയാ ഈ അലാബാസ്റ്റർ ജാർ കാണിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ഇതിന്റെ ഉള്ളിലുള്ള ആ സ്ത്രീക്ക് കാണാൻ പറ്റാത്ത തൈലം ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിൽ യേശുവിനെ വിശ്വസിച്ചപ്പോൾ ഒരുവ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി എന്ന് പറഞ്ഞ് ജനിക്കപ്പെട്ട ദൈവപുത്രനുണ്ടല്ലോ, ദൈവപുത്രൻ ഇതിന്റെ ഉള്ളിലുണ്ട്. ഈ മൺകൂടാരത്തിന്റെ ഉള്ളിലുണ്ട്. ഗ്ലോറി. ഈ സോളിന്റെ ഉള്ളിലുണ്ട്. ഇതെങ്ങനെയാ സംഭവിച്ചത്? ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്രിയ ബ്രദർ മുന്നോട്ടേക്ക് വന്നോട്ടെ. കം ബ്രദർ. യെസ്, ദേവദാസനെ മുന്നോട്ടേക്ക് വന്നോട്ടെ. കം ഫാസ്റ്റ്. ഓ ലോർഡ്, ഐ താങ്ക് യു ജീസസ്. ഐ താങ്ക് യു ലോർഡ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. ഇവിടെ നിന്നോട്ടെ. യെസ്. കം. ക്രിസ്തുവിന്റെ ആത്മാവ്. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ സുവിശേഷം പറയുവാൻ ചെല്ലുമ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവ്, ഒരുവൻ യേശുവിനെ സ്വീകരിക്കുമ്പോൾ അവന്റെ ആത്മാവ് ക്രിസ്തുവിന്റെ ആത്മാവ് ഏകാത്മാവായി തീരുന്നു. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ സുവിശേഷം കേട്ട ജനം ചത്ത് കിടക്കുന്ന കണ്ടോ? ഒരാൾ പുറകെ ചത്ത് കിടക്കുന്നുണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ. ഈ ചത്ത് കിടക്കുന്ന വ്യക്തിയെ ആദ്യമാണ് സുവിശേഷം കേൾക്കുക. ചത്ത് കിടക്കുന്ന വ്യക്തിയെ സുവിശേഷം പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ചെന്ന് എഴുന്നേൽപ്പിക്കുക. അദ്ദേഹത്തെ നിങ്ങളല്ല, നിങ്ങൾ തോളല്ല എഴുന്നേൽപ്പിക്കുന്ന ആത്മാവ്, പരിശുദ്ധാത്മാവ് ചെന്ന്, ക്രിസ്തുവിന്റെ ആത്മാവ് ചെന്ന് അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കുന്നു. ഗ്ലോറി. ഹല്ലേലൂയ. എഴുന്നേൽപ്പിച്ച് ഇപ്പോ ഇത് ഒരു പുതിയ സൃഷ്ടിയായി ദൈവപുത്രൻ. ഈ ദൈവപുത്രനെ കൊണ്ട് പരിശുദ്ധാത്മാവ് സേഫ് സോണിലേക്ക് പോവുകയാണ്. ഗ്ലോറി. കം. ഹല്ലേലൂയ. ദൈവപുത്രനെ അപ്പുറത്ത്, പരിശുദ്ധാത്മാവ് ഇവിടെ നിന്നുള്ളൂ, ഈ ഭാഗത്ത് നിന്നുള്ളൂ. ഇത് ഒപ്പത്തിനൊപ്പമാണ് നിൽക്കണേ. ക്രിസ്തുവുമായി ഏക ആത്മാവായി. ഗ്ലോറി. നിത്യ ജീവന്റെ സോണിൽ കയറി. പക്ഷേ മനുഷ്യൻ സോള് ഇപ്പോഴും പിടിക്കപ്പെട്ട് കിടക്കുക, ലാൻഡ് പിടിക്കപ്പെട്ട് കിടക്കുക. ഗ്ലോറി. ലോകത്തിലേക്ക് നോക്കിയിരിക്കുകയാ. ഗ്ലോറി. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഈ പുതിയതായി സൃഷ്ടിക്കപ്പെട്ട ഈ മനുഷ്യനുണ്ടല്ലോ, ദൈവാത്മാവ് ജീവൻ കൊടുത്ത മനുഷ്യൻ, ഇവൻ ദൈവാനുരൂപമാണ്. ഇവനാണ് ദൈവപുത്രൻ. ഇവനാണ് പാപം ചെയ്യാൻ കഴിയാത്ത മനുഷ്യൻ. ഇവനാണ് ഈ കുപ്പിക്കുള്ളിലുള്ളത്. ദൈവപുത്രനാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. ദൈവപുത്രനായി തൈലക്കുപ്പിക്കുള്ളിലുള്ളത്. മനുഷ്യർക്ക് ഈ മനുഷ്യന് കാണാൻ വയ്യ. സോളിനത് കാണാൻ വയ്യ. ആത്മമണ്ഡലത്തിലെ കാര്യം കാണാൻ വയ്യ. എന്നാൽ വചനം വായിക്കുമ്പോൾ വചനത്തിലൂടെ വിശ്വാസം അറിയാൻ പറ്റുന്നുണ്ട്. ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായ എന്ന് അറിയാൻ പറ്റുന്നുണ്ട്. ആ സ്ത്രീക്ക് കാണാൻ വയ്യ, ഇതിന്റെ അകത്തുള്ളത് കാണാൻ വയ്യ. പക്ഷെ സ്ത്രീക്ക് അറിയാം ഇതിന്റെ ഉള്ളിലുണ്ട്. എന്റെ നാഥന് വേണ്ടത് ദൈവപുത്രൻ ഇതിന്റെ ഉള്ളിലുണ്ട്. മനസ്സിലായോ? ഗ്ലോറി. പക്ഷേ സ്ത്രീക്ക് വിലയേറിയ ജാറുണ്ട്, അലാബാസ്റ്റർ ജാർ. നമുക്ക് വിലയേറിയ, അങ്ങോട്ട് തിരിഞ്ഞ് രണ്ടും, നമുക്ക് വിലയേറിയ ഈ ലോകത്തിലെ ജീവനുണ്ട്. നമുക്ക് വിലയേറിയ
ഈ ലോകത്തിലെ നമ്മുടെ ജീവനുണ്ട്. ഏമേ, ഈ ജീവൻ തകർക്കപ്പെടാതെ, ഏമേ, ഹല്ലേലൂയ, ഈ ദൈവപുത്രന് ലോകത്തിലേക്ക് വെളിപ്പെടാൻ പറ്റത്തില്ല. മനസ്സിലായില്ല. നമുക്ക് വിലയേറിയ ജീവനുണ്ട്. ഈ ജീവൻ തകർക്കപ്പെടുവാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ ദൈവപുത്രന്, നമ്മുടെ അകത്ത് വന്ന ദൈവപുത്രന് ഈ ലോകത്തിലേക്ക് പുറപ്പെടാൻ പറ്റത്തില്ല. ഇതാണ് കർത്താവ് ഒരു വിത്തിന്റെ ഉപമ പറഞ്ഞത്. ഈ വിത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന, ആദ്യമായിട്ടൊരു വിത്ത് കാണുന്ന ഒരു വ്യക്തിയോടാണ് പറയുന്നതെങ്കിൽ ചുമ്മാ നുണ പറയുമ്പോ പ്രതെന്ന് പറയും. ഒളിഞ്ഞു കിടക്കുന്ന ഒരു ജീവനുണ്ട്. ശരിയാണോ? ഈ മാങ്ങയുടെ വിത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ജീവനുണ്ട്. ശരിയാണോ? ഈ രക്ഷിക്കപ്പെട്ട ഈ മനുഷ്യന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ജീവനുണ്ട്. ശരിയാണോ? ഗ്ലോറി, ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഗോതമ്പ് മണിയാവുന്ന വിത്ത് അതങ്ങനെ തന്നെ ഇരുന്നാൽ ഒരു പ്രയോജനവും ഇല്ല. ഈ അളബാസ്തർ ജാർ അലമാരയ്ക്കുള്ളിൽ ഇരുന്നാൽ ഒരു പ്രയോജനവും ഇല്ല. ആമേ. പലർക്കും മനസ്സിലാവുന്നുണ്ട്, എന്നെ കൊണ്ട് ഇതൊരു പ്രയോജനം ഇല്ലാത്തതിന്റെ കാര്യം ഏതാണ്? ഒരു പ്രയോജനവും ഇല്ല എന്നാ നാദം പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ സഹോദരങ്ങളെ, ഇനി ഈ വിത്തിന്റെ ഉള്ളിലുള്ള ശക്തി എന്താ നിങ്ങൾക്ക് അറിയാമോ? ശക്തി ഭയങ്കര ശക്തിയാ. ഈ വിത്തിന്റെ ഉള്ളിൽ ഒരു കാടുണ്ടാക്കാനുള്ള ശക്തിയുണ്ട്. എന്ത് ചെയ്താ മതി? ഈ വിത്തൊന്ന് നിലത്തിട്ടാ മതി, ഇത് മുളയ്ക്കും. ഇത് മുളച്ചിട്ട് ഒരു മാവായിട്ട് വളരും. ആ മാവിൽ 100 കണക്കിന് 1000 കണക്കിന് മാങ്ങ ഉണ്ടാകും. ആ ഉള്ളിലെല്ലാം വിത്തുണ്ടാകും. അത് വിതച്ചേ ലക്ഷക്കണക്കിന് മാവുണ്ടാകും. വീണ്ടും ചെയ്തേ കോടിക്കണക്കിന്, മില്യൺ കണക്കിന്, ബില്യൺ കണക്കിന് മാവുണ്ടാകും. ഒരു വലിയ ഒരു കാട് തന്നെ. ശരിയാണോ? ഇനി ആ വലിയ കാട് നേരത്തെ അവിടെ ഇരിക്കുകയായിരുന്നു. ഈ വിത്തിന്റെ ഉള്ളിൽ ഇരിക്കുകയായിരുന്നു ആ വലിയ കാട്. വിത്തിന്റെ ഉള്ളിൽ ഇരിക്കുകയായിരുന്നു. വിത്തിന്റെ ശക്തി കണ്ടോ? ഒരെണ്ണം മതി മാറ്റം ഉണ്ടാക്കാൻ. ഒരു യേശു മതി ഒരു മാറ്റം ഉണ്ടാക്കാൻ. ആമേൻ. ഗ്ലോറി, ഹല്ലേലൂയ. പക്ഷേ ഈ വിത്ത് അങ്ങനെ തന്നെ ഇരുന്നാലോ? കാട് പുറത്ത് വരത്തില്ല, ജീവൻ വെളിയിൽ വരത്തില്ല. ആമേൻ. പക്ഷേ ഈ വിത്ത്, ഇതിന്റെ യജമാനൊരു തീരുമാനം എടുക്കാം. വിത്തിന്റെ യജമാനനാ. നിലത്ത് വീണ് ചാകാൻ തീരുമാനം എടുക്കാൻ പോവാ. അങ്ങനെ ചാകുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ആദ്യം എന്താ സംഭവിക്കുന്നേ? ഈ അളാബാസ്തർ ജാറിന്റെ പുറം പൊട്ടി ആ തൈലം വെളിയിൽ വന്നതുപോലെ ഈ വിത്തിന്റെ പുറം പൊട്ടും. അതിന്റെ അകത്തുന്ന ജീവൻ വെളിയിലേക്ക് വരും. മനസ്സിലായോ? This is the core of gospel of Jesus Christ. യേശുവിന്റെ സുവിശേഷത്തിന്റെ കോറായത്. ഇതില്ലാത്ത സുവിശേഷമാ കർത്താവ് പറഞ്ഞേ. ഇതില്ലാത്ത സുവിശേഷം ലോകത്തിൽ ഉണ്ടാകത്തില്ല. മനസ്സിലായോ? അപ്പൊ നമ്മുടെ സുവിശേഷത്തിന് അതില്ലെങ്കിൽ ഇന്ന് മുതൽ എന്ത് ചേർത്തോളണം? ഹാർട്ടും കൂടി പിടിപ്പിച്ചോളണം. ഗ്ലോറി, ഹല്ലേലൂയ. നിങ്ങൾ ധ്യാനിക്കുമ്പോൾ ഇത് കുറേ കടന്നു വരുവാനായിട്ട് ഇടയാകും. കാരണം എൻ്റെ സമയത്തിൻ്റെ കുറവ് മൂലം എനിക്ക് മുൻപോട്ടേക്ക് പോയേ പറ്റത്തുള്ളൂ.
ഗ്ലോറി. ധ്യാനിക്കുമ്പോൾ അനേകം നിങ്ങൾക്ക് പറഞ്ഞു തരുവാനിടയാകും. പ്രിയരെ, ഒരു കാര്യം പറഞ്ഞിട്ട് മുന്നോട്ടേക്ക് പോകട്ടെ. നമ്മുടെ സോള് ശ്രദ്ധിച്ചേ, ഈ സോള് ഇവിടെ നിന്നുള്ള യാത്രയിലൂടെ കടന്നു വന്ന് ഈ ജീവനിൽ ചേരണം. ആമേൻ. അതാണ് ജീവനെ നേടുക എന്ന് പറഞ്ഞാൽ. ആമേൻ. ഹല്ലേലൂയ. അപ്പോഴും ശരീരം ഈ ലോകത്ത് തന്നെയാണ്, ദ്രവത്വത്തിന്റെ മണ്ഡലത്തിലാണ്. യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ ഈ ശരീരവും തേജസ്കരിക്കപ്പെടുകയും, ഹല്ലേലൂയ, ഈ ലോകപരമായ ശരീരം ദൈവരാജ്യത്തിന്റെ ശരീരമായി ഈ ശരീരവും ഇതിനോട് ചേരപ്പെടുവാനായിട്ട് ഇടയാകും. ഗ്ലോറി. അങ്ങനെ ക്രിസ്തുവിന്റെ വരവെങ്കിൽ നിങ്ങളുടെ ആത്മാവും, നിങ്ങളുടെ പ്രാണനും, ഹല്ലേലൂയ, നിങ്ങളുടെ ശരീരവും അനന്യമായി വെളിപ്പെടുമെന്ന് കാക്കപ്പെടുമാറാകും. ഗ്ലോറി. ഹല്ലേലൂയ. ഇതെല്ലാം ഓരോ സ്റ്റേജുകളിലാണ്. പക്ഷെ ജീവനെ നേടണമെങ്കിൽ കം ബാക്ക്. ഇവിടെ അങ്ങോട്ട് പോയവർക്ക് തിരിച്ചങ്ങോട്ട് പോവാ. ആരൊക്കെ പോയി? നിങ്ങൾ അവിടെ ഉണ്ടായവരാ, രക്ഷിക്കപ്പെട്ടവരാ, തിരിച്ചു പോവാ. പക്ഷെ അങ്ങോട്ട് എത്തിയിട്ടില്ല, അത് ഫൈനൽ സ്റ്റേജ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ജീവനെ നേടണമെങ്കിൽ രക്ഷിക്കപ്പെടുന്നത് വേറെ, ജീവനെ നേടുന്നത് വേറെ. മനസ്സിലാക്കിക്കോ. രക്ഷിക്കപ്പെട്ട മനുഷ്യനായി നിങ്ങൾ ഈ കാണുന്നത്. സുവിശേഷം പറഞ്ഞ്, സുവിശേഷത്തിന്റെ പ്രാരംഭ ഭാഗം പറഞ്ഞ് രക്ഷിക്കപ്പെട്ടു. ഇനി ജീവനെ നേടുക എന്ന് പറഞ്ഞാൽ സൂക്കെ, മനുഷ്യ ജീവനെ ദൈവിക ജീവനിലേക്ക് നേടുക. ഇത് സ്വയാണ്. നമ്മുടെ പുസ്തകം നിങ്ങൾ വാങ്ങിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പുസ്തകം വായിച്ചാൽ സൂക്കെ സ്വയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അല്ല, അതിലും കൂടുതൽ വളരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അടുത്ത ലെവലിലേക്ക് വോളിയം 2 വാങ്ങിച്ചാൽ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ട്. ദൈവദാസന്മാർക്ക് നിർബന്ധമായും അതാണ് കയ്യിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയുന്നതല്ല, അത് വായിച്ച ദൈവദാസന്മാർ അതിൻ്റെ പുറകിൽ എഴുതിയിരിക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഈ കാണുന്നതാണ് സ്വയേ ജീവൻ, ദൈവത്തിന്റെ ജീവൻ. സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരിൽ, പുതിയതായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ ദൈവത്തിന്റെ ജീവൻ. എന്നാൽ ഈ കാണുന്ന മാനുഷിക ജീവൻ സൂക്കെ, രക്തത്തിലുള്ള ജീവൻ. ഇത് ആത്മാവിലുള്ള ജീവൻ, സ്വയേ, ദൈവത്തിന്റെ ജീവൻ. നമ്മുടെ സൂക്കെ വേണം ഇനി ദൈവത്തിന്റെ ജീവനിലേക്ക് ചേരാൻ. അതിന്റെ പേരാണ് ജീവനെ നേടുക. രക്ഷിക്കപ്പെടാൻ, ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് പോകുവാൻ വേല ഒന്നും കൊടുക്കണ്ട. രക്ഷിക്കപ്പെടാൻ വേല ഒന്നും കൊടുക്കണ്ട. യേശു വില കൊടുത്തു. കാൽവരി ക്രൂശിൽ യേശു വില കൊടുത്തു. രക്ഷിക്കപ്പെടാൻ വില കൊടുക്കണ്ട. അത് സൗജന്യമാ, സൗജന്യം. ഗ്ലോറി.